Lighter to Lighten Marthoma Study Forum. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റൻ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ തുടർച്ചയായിട്ടുള്ള 285ാമത് ലൈവ് വെബിനാർ ഇപ്പോൾ ഇവിടെ സമാരംഭിക്കുന്നു. ഇന്ന് ഇവിടെ കൂടി വന്ന ഏവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രത്യേകിച്ച് മുഖ്യാതിഥി ഈ സീനിയർ വികാരി ജനറൽ മാത്യു ജോൺ അച്ഛന്, ഇന്നത്തെ മോഡറേറ്റർ രാജു ഫിലിപ്പച്ചൻ, ഏവരെയും കൂടി വന്നിരിക്കുന്ന ഏവരെയും ഒരു വട്ടം കൂടെ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മള് ഗാനങ്ങൾ പാട്ടുപാടി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് പാട്ടുപാടിയാണ് നമ്മൾ നമ്മുടെ യോഗം ആരംഭിക്കുന്നത്. ഇന്ന് നമ്മള് ഈ പാട്ടുപാടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ശ്രീ രാജൻ മാത്യു സാറിനെയാണ്. രാജൻ മാത്യു സാർ ഇതിനു മുമ്പേ ഇവിടെ നമ്മുടെ വേദിയിൽ പലവട്ടം പാട്ടുപാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ബോർവെലി മർത്തോമ ഇടവകയുടെ ട്രസ്റ്റിയാണ് ഇപ്പോഴ്. ബോർവെലി മർത്തോമ ഇടവകയുടെ സെക്രട്ടറി അത് ഉൾപ്പെടെ അനവധി മിക്കവാറും എല്ലാ പോസ്റ്റുകളിലും നേതൃത്വം വഹിച്ച വ്യക്തിയാണ്. അതുപോലെ ഗിഡിയൻ ഇന്റർനാഷണല്, കഗായിയുടെ പേരിലുള്ള പ്രസ്ഥാനം, ഇങ്ങനെ ഈ മഹാരാഷ്ട്ര വില്ലേജ് മിഷൻ തുടങ്ങിയ അനവധി സുവിശേഷ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ഇപ്പോൾ പാട്ടുപാടി പ്രാർത്ഥിക്കുന്നതിനായിട്ട് രാജൻ മാത്യു സാറിനെ ബഹുമാന പുരസ്സരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരവുമേ അവൻ്റെ വിശ്വസ്തനാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദൈവമായ കർത്താവേ, കർത്താവിൻ്റെ മക്കളായ കർത്താവെ ലൈറ്റർ ടു ലൈറ്റൻ സ്റ്റഡി ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കർത്താവ് ഈ സമയം ഒന്നിച്ചു വരുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കൊണ്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 2025 ആണ്ട് കർത്താവ് ഞങ്ങളിന്ന് കടന്നുപോയല്ലോ. ദൈവം തമ്പുരാനെ, കർത്താവിൽ നിന്ന് പ്രാപിച്ച എല്ലാ നന്മകൾക്കും ദൈവമേ കരുണയ്ക്കായി സ്തോത്രം. അറിയിക്കുന്നതിനപ്പുറമായി കർത്താവെ സ്തോത്രം, ആഗ്രഹിക്കുന്നതിനപ്പുറമായി ഞങ്ങളെ വഴി നടത്തി കർത്താവെ ക്ഷേമത്തോടെ കൊണ്ടുവന്നതിനെ സ്തുതിക്കുന്നു. എത്രയോ ആപത്ത്, അനർത്ഥങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞ ലോകങ്ങളിൽ നിന്നെല്ലാം വിടുവിച്ച് കർത്താവെ സുരക്ഷിതമായി കർത്താവിൻ്റെ ചെറിയ മറവിൽ ഞങ്ങളെ സൂക്ഷിച്ച് കുടുംബങ്ങളായി കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കുന്ന കരുണയ്ക്കായി സ്തുതിക്കുന്നു. ഈ കർത്താവ് ഫോറത്തിൽ കൂടെ ഞങ്ങൾ കർത്താവ് പല പ്രഭാഷണങ്ങൾ കേൾക്കുകയും വളരുവാനൊക്കെ ചെയ്യും കർത്താവുള്ള അവസരത്തിനായി ദൈവത്തിൻ്റെ മഹത്വം സ്തോത്രം അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് കർത്താവ് മുഖ്യ പ്രഭാഷണം നടത്തുന്ന കർത്താവ് ഞങ്ങളുടെ സീനിയർ വികാർ ജനറലായിരിക്കുന്ന കർത്താവ് മാത്യു ജോൺ അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ കർത്താവ് ഞങ്ങൾ എടുക്കുന്ന തീരുമാനത്തെപ്പറ്റിയും കർത്താവ് ഞങ്ങൾ എടുക്കുന്ന റെസൊല്യൂഷൻസിനെ പറ്റിയൊക്കെ ദൈവമേ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു പുതുക്കത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലത്തെ പോലെയല്ല ദൈവമേ, ഇന്ന് മുതൽ കർത്താവെ ഞങ്ങൾ ദൈവത്തിൻ്റെ കർത്താവെ നിൻ്റെ ആഗ്രഹപ്രകാരം നിൻ്റെ വഴിയിൽ കൂടെ നടക്കുവാനും നന്മകൾ ചെയ്യുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കാനും ദേശത്തെ ശോഭിക്കുവാനും ഒക്കെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം കർത്താവെ ഇന്നത്തെ വചന കേൾവി ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായി തരണമെന്ന് യേശു മിശിഹായിൽ അപേക്ഷിക്കുന്നു. ദൈവം കേൾക്കണമേ. ആമേൻ. പാട്ട് പാടാം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. നിൻ കൈകൾ എൻ കണ്ണീർ തുടയ്ക്കുന്നതറിയുന്നു ഞാൻ. ആരാധ്യൻ
ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. നിൻ കരത്തിൻ ആശ്ലേഷം പകരുന്നു ബലമെന്നിൽ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കുന്നെൻ ഹൃദയം. മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കുന്നെൻ ഹൃദയം. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. വളരെ അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയും വളരെ മനോഹരമായ ഒരു ഗാനവുമാണ് മാത്യു സാറ് ആലപിച്ചത്. വളരെയധികം നന്ദിയുണ്ട്. പുതുവത്സരത്തിന്റെ ആശംസകളും നേരുന്നു. ഇനി ഇതുപോലുള്ള സഹായങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 285 വെബിനാറിലേക്ക് ഏവരെയും ഒരു വട്ടം കൂടെ സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും പുതിയ വർഷത്തിന്റെ ഒരു അനുഗ്രഹപ്രദവും സന്തോഷവുമായ ഒരു പുതുവത്സര ആശംസ നേരുന്നു. ദൈവം ഏവരെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ വെബിനാറിന്റെ മോഡറേറ്ററായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനെയാണ്. രാജു അഞ്ചേരി അച്ഛൻ നമ്മുടെ ഈ ലൈറ്റ് ടു ലൈറ്റൺ മാർത്തോമ സ്റ്റഡി ഫോറം തുടങ്ങിയ ആദ്യ മീറ്റിംഗ് മുതൽ സജീവമായിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. വളരെ അപൂർവമായിട്ട് എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ഒഴിവാക്കാൻ മേലാത്ത പ്രശ്നങ്ങളോ വല്ല അസുഖങ്ങളോ ഉള്ളപ്പോഴൊഴികെ ബാക്കി എല്ലാ സമയത്തും നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അച്ഛനെ സംബന്ധിച്ച് പറഞ്ഞാൽ മാർത്തോമ സഭയിലെ സീനിയർ പട്ടക്കാരനാണ് അച്ഛൻ സഭയുടെ മിക്കവാറും എല്ലാ രംഗങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സഭാ കൗൺസിൽ അംഗം, അതുപോലെ വൈദിക സെലക്ഷൻ കമ്മിറ്റി മെമ്പർ, അനവധി രംഗങ്ങളിൽ അച്ഛൻ പ്രവർത്തിച്ചിട്ടുണ്ട്. കൂടാതെ അച്ഛൻ വൈദിക വിദ്യാർത്ഥികളെ പഠിപ്പിച്ചിട്ടുണ്ട്. കോട്ടയം സെമിനാരിയിലും മുളന്തുരുത്തിയിലെ സെമിനാരിയിലും അച്ഛൻ വൈദിക വിദ്യാർത്ഥികളെ അഭ്യസിപ്പിച്ചിട്ടുണ്ട്. വളരെയധികം പുരോഗമന കാഴ്ചപ്പാടുള്ള, മുൻപേ പറക്കുന്ന പക്ഷി എന്ന് പറയാവുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതാണ് ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഞാൻ അച്ഛൻ പട്ടത്ത ശുശ്രൂഷയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ കോട്ടയം റാന്നി ഭദ്രാസന യുവജന സഖ്യവുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട്, അന്ന് കോട്ടയം റാന്നിയായിരുന്നു, പിന്നാണ് അത് രണ്ടായത്. ആ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അതുകൊണ്ട് അച്ഛനെ എപ്പോഴും ഞാൻ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയാണ് അച്ഛന്റെ സാന്നിധ്യം കാണുന്നത്. രാജു അഞ്ചേരി അച്ഛനെ ഇന്നത്തെ യോഗത്തിന്റെ
ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന ഏവരെ ഒരു വട്ടം കൂടെ സ്വാഗതം ചെയ്തിരിക്കുന്നു. അച്ഛൻ ഇനി മോഡറേറ്ററിന്റെ ചുമതല വഹിക്കുന്നതായിരിക്കും. ലൈറ്റ് ടു ലൈറ്റിൻ്റെ 285 വെബിനാറിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ഗാനം ആലപിച്ചും പ്രാർത്ഥിച്ചും സഹായിച്ച രാജൻ മാത്യുവിനുള്ള നന്ദി ആദ്യമായിട്ട് രേഖപ്പെടുത്തട്ടെ. ഇന്ന് പുതുവത്സരത്തിലെ ആദ്യത്തെ നമ്മുടെ വെബിനാറാണ്. ഇന്ന് മുഖ്യ അതിഥിയായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മാർത്തോമാ സഭയിലെ സീനിയർ വികാരി ജനറലായിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട മാത്യു ജോൺ അച്ഛനെയാണ്. അച്ഛനെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അച്ഛനെ പരിചയമുണ്ട്, അച്ഛനെ അറിയാം. അച്ഛൻ്റെ സൗമ്യതയും ലാളിത്യവും അച്ഛൻ്റെ ഗഹനവും ആഴവുമായിട്ടുള്ള ചിന്തകളും പരിചയമുള്ള ശ്രോതാക്കളാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഉള്ളത്. ഞങ്ങൾ തമ്മിൽ വളരെ വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ കഴിഞ്ഞ ഒരു 40 വർഷക്കാലമായിട്ട് നിലനിൽക്കുന്നു. 41 വർഷമായിട്ട്. ഞാൻ സെമിനാരി പഠിപ്പിക്കാൻ ഒരു അൽമായനായിട്ട് ചെല്ലുമ്പോൾ അച്ഛൻ്റെയൊക്കെ ബാച്ചിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു. അന്ന് ആരംഭിച്ച ആ സൗഹൃദം ജീവിതത്തിൽ ഇന്നോളം ഒട്ടും മുലയാതെ ഊഷ്മളമായി ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നു. അച്ഛൻ്റെ ഓർഡിനേഷനിലും വിവാഹത്തിലും അച്ഛനിരുന്ന നിരവധിയായിട്ടുള്ള പള്ളികളിൽ കൊമളിയിലും ഹൈദരാബാദിലും USA സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിലും ടീനക്കിലും പുന്നക്കാടും അങ്ങനെ നിരവധിയായിട്ടുള്ള അച്ഛൻ ഇരുന്ന പള്ളികളിലൊക്കെ ഞാൻ പോവുകയും അച്ഛനോടൊപ്പം ശുശ്രൂഷയിൽ പങ്കാളിയാകുകയും ചെയ്തിട്ടുണ്ട്. അച്ഛനും രമീന കൊച്ചമ്മയും ഞങ്ങൾക്ക് ഒരു ഫാമിലി പോലെ വളരെ അടുത്ത ബന്ധമാണ്. അച്ഛനെയും നമുക്കിന്ന് ഈ വെബിനാറിൽ ലഭിച്ചു എന്ന് പറയുന്നത് വളരെ അനുഗ്രഹകരമായിട്ടുള്ളൊരു കാര്യമാണ്. പുതുവർഷത്തിലെ പുതിയ പ്രതിജ്ഞകൾ, അതിനെക്കുറിച്ചാണ് അച്ഛൻ നമ്മുടെ ഇന്ന് സംസാരിക്കാമെന്ന് സമ്മതിച്ചിരിക്കുന്നത്. ഇന്ന് ഈ വെബിനാറിൽ പങ്കെടുക്കുന്ന നിരവധി ആളുകളുടെ പേരിൽ, ഇതിന് സംഘാടകരുടെ പേരിൽ പ്രിയ മാത്യു ജോൺ അച്ഛനെ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓരോ വർഷവും ആരംഭിക്കുമ്പോൾ നമ്മൾ പുതിയ സ്വപ്നങ്ങളും പുതിയ പ്രതീക്ഷകളും പുതിയ പ്രതിജ്ഞകളുമായിട്ട് മുന്നോട്ട് വരുന്നു. വർഷാവസാനത്തിൽ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിലേതൊക്കെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും പ്രതിജ്ഞകളും ഒക്കെ നിറവേറ്റപ്പെട്ടു, നിറവേറ്റപ്പെടാതെ പോയി എന്ന് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. പുതിയ വർഷത്തേക്ക് പുതിയ സ്വപ്നങ്ങളുമായി പുതിയ പ്രതിജ്ഞകളുമായിട്ട് നാം വീണ്ടും അടുത്തു വരുന്നു. ആ പ്രതിജ്ഞകളൊക്കെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാനും അത് നടപ്പിലാക്കുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും നമ്മളുടെ ദൈവ മനുഷ്യ ബന്ധങ്ങളെയൊക്കെ അത് കൂടുതൽ ഊഷ്മളമാക്കി തീർക്കുവാനും ദൈവം സഹായിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന പ്രിയ മാത്യു ജോൺ അച്ഛനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. അച്ഛൻ നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. 285 വെബിനാർ ലൈറ്റ് ടു ലൈറ്റിൻ്റെ അതിൽ പങ്കെടുക്കാനും നേതൃത്വം നൽകുവാനും എനിക്ക് അവസരം നൽകിയ എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഈ വെബിനാറിൻ്റെ മോഡറേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ എൻ്റെ ഗുരുവാണ്. ഞാൻ സെമിനാരിയിലെ സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ഞങ്ങളെ തിയോളജി പഠിപ്പിച്ച അച്ഛനാണ്. അപ്പോൾ എൻ്റെ തിയോളജിയിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ ഞാനതിൽ ഉത്തരവാദി അച്ഛനാണ് എന്ന് ആദ്യം തന്നെ ഞാൻ ഓർപ്പിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛൻ്റെ ചില നിലപാടുകൾ, സൗമ്യത, ഇതൊക്കെ ഏറ്റവും മാതൃകാപരവും എനിക്ക്
ഒരു ഗുരുവിനെ പിന്തുടരുവാനുള്ള പ്രചോദനവുമായിരുന്നു എന്ന് ഈ സമയത്ത് ഞാൻ പറയട്ടെ. ഈ വെബിനാറിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും പുതുവർഷ ആശംസകൾ ഞാൻ നേർന്ന് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പുതുവർഷത്തിലെ പുത്തൻ ദർശനങ്ങളെന്നോ പുതിയ പ്രതിജ്ഞകളെന്നോ പറയുന്നതിൽ വളരെ സന്തോഷവും താല്പര്യവുമുണ്ട്. ഇന്ന് ഒരുപാട് സമയം ചെലവഴിക്കാനായിട്ട് എനിക്ക് ചില ബുദ്ധിമുട്ടുണ്ട്. കാരണം നാളെ രാവിലെ കൊട്ടാരക്കര പൈക്കൽ പള്ളിയിലാണ് പോകേണ്ടത്. 5 മണിയാകുമ്പോൾ ഇവിടുന്ന് പോകണം. 10 മണിക്ക് എന്നെ ഇതിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം എന്ന് ഞാൻ പ്രാരംഭമായിട്ട് ഓർപ്പിക്കുന്നു. ഒരു പുതുവർഷത്തെ നാം സ്വാഗതം ചെയ്യുന്നു. 3 ദിവസങ്ങൾ പിന്നിട്ടു. 2025 നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സങ്കീർണതകളൊക്കെ നാം നേരിട്ടവരാണ്. യുദ്ധം, പ്രത്യേകിച്ച് പലസ്തീൻ ഇസ്രായേൽ സംഘർഷം, അറിയാം എത്ര കുഞ്ഞുങ്ങളാണ് മരണപ്പെട്ടത്. പലായനം ചെയ്ത സ്ത്രീകൾ, അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ നിലവിളി, കഷ്ടപ്പാടുകളൊക്കെ നമ്മുടെ മനസ്സിനെ എത്രമാത്രം സ്വാധീനിച്ചു അല്ലെങ്കിൽ എത്രമാത്രം വേദനിപ്പിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ നിലവിളി ഇന്നും അടങ്ങിയിട്ടില്ല. ഉയരുന്ന നിലവിളി അതൊരു യാഥാർത്ഥ്യമാണ്. അതുപോലെ തന്നെ നമ്മളൊന്നും അധികം ഊന്നൽ നൽകാത്ത ചില കാര്യങ്ങൾ ഉക്രൈനിലും നൈജീരിയയിലും സുഡാനിലുമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തോട് കാണിക്കുന്ന അതിക്രമങ്ങൾ അത് വളരെ സങ്കീർണമാണ്, വേദനിപ്പിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. നമ്മൾ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു. പാട്ടുകളൊക്കെ പഴയ ആവർത്തനം, അതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത പാട്ടുകളൊക്കെ ആയിരുന്നു ഈ വർഷത്തെ എല്ലാ ഇടവുകളിലും ഗായക സംഘം പാടിയത്. എന്നാൽ നമ്മുടെ സന്തോഷ് ജോർജ് ഈ 27-ാം തീയതിയാണെന്ന് തോന്നുന്നു റിലീസ് ചെയ്തു ഒരു CD. അതിൽ വെറുപ്പിൻ്റെ കാലഘട്ടത്തിലെ അല്ലെ വെറുപ്പിൻ്റെ കാലത്തെ ക്രിസ്മസ് ആഘോഷം, അതാണ് അദ്ദേഹം ആ പാട്ടിൻ്റെ ആ CD-യിൽ കൊടുത്തിരുന്ന ക്യാപ്ഷൻ എന്ന് പറയുന്നു. അതിൽ വെറുപ്പിൻ്റെ കാലം എന്ന് പറയുമ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ മാത്രമല്ല ഇന്ത്യയിൽ പോലും വെറുപ്പിൻ്റെ ഒരു ഭയങ്കരമായ ഭീകരാവസ്ഥ കാണാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ UP, മധ്യപ്രദേശ് തുടങ്ങിയ ഇടങ്ങളിൽ ക്രിസ്മസ് ആഘോഷിക്കരുത് എന്നുള്ള ഒരു അറിയിപ്പ് പോലും കൊടുത്തു എന്ന് നമുക്ക് അറിയാം. കേരളത്തിൽ ചിലയിടങ്ങളിലൊക്കെ ക്രിസ്മസ് ട്രീ കത്തിച്ച് ഇതിനോടുള്ള പ്രതിഷേധം അറിയിച്ചു എന്നതും നമുക്ക് അറിയാം. അതുകൊണ്ട് വെറുപ്പിൻ്റെ കാലഘട്ടത്തിലെ ഒരു ക്രിസ്മസ് കൂടെ നാം ആഘോഷിച്ചു. ഇവിടെ നമുക്കറിയാം ഈ അടുത്ത 25 വർഷം, കഴിഞ്ഞ ദിവസം ഏതോ ഒരു മാഗസിൻ ഞാൻ വായിച്ച സമയത്ത് 25 വർഷത്തെ ചില ഓർമ്മപ്പെടുത്തലുകൾ അല്ലെ ചില ദർശനങ്ങളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. ഇമാജിൻ ചെയ്യാത്ത വിധത്തിൽ വികസനം, അതിൽ പറയുന്ന വിരൽത്തുമ്പിന്റെ നേർത്ത സ്പർശനത്തിൽ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ ഉള്ളം കൈയിലേക്ക് ഒഴുകി ഇറങ്ങിയിരിക്കുകയാണ്. അറിവിൻ്റെ മേഖല വളരെ വേഗം കുതിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു തലമുറയെക്കുറിച്ച് പറയുന്നത് ബ്രില്യൻറ്റ് ജനറേഷൻ, ഭയങ്കര ബുദ്ധിയുള്ള വളരെ ഷൂഡായിട്ടുള്ള ഒരു തലമുറയാണ് നമ്മുടെ മുൻപിലുള്ളത്. അതിൽ പറയുന്നത് കഴിഞ്ഞ 2 സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ലോകം നടന്ന ദൂരം വെറും അടുത്ത 25 വർഷം കൊണ്ട് നാം ഓടിത്തീർക്കും, അതിന് യാതൊരു സംശയമില്ല. കുടിയേറ്റം, അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ വളരെ അധികം നമ്മെ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ന് പള്ളികളിൽ കൂട്ടങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത് ഒരു ഒരു മുതിർന്ന തലമുറ, ഒരു വൃദ്ധ സമൂഹം ഞാൻ പറയുന്നില്ല, മുതിർന്ന തലമുറ പള്ളികളിലൊക്കെ ചെന്നാൽ അതാണ് കാണാൻ കഴിയുന്നത്. ഈ എഴുത്തുകാരൻ സക്രിയ ഒരിക്കലും പറഞ്ഞത്,
കേരളം വൃദ്ധജനങ്ങളുടെ ഒരിടമായിട്ട് മാറിയിരിക്കുന്നു. സത്യമാണ്, ചെറുപ്പക്കാരൊക്കെ വിദേശത്താണ്. കുഞ്ഞുങ്ങളും ഒക്കെ വിദേശ രാജ്യങ്ങളിൽ സൺഡേ സ്കൂളൊക്കെ പഠിക്കുന്നുണ്ട്. ഇവിടെയുള്ള ആളുകൾ, കേരളത്തിലുള്ള ആളുകളെ സംബന്ധിച്ച് പറയുമ്പോൾ കൊടിയ ഏകാന്തത. 1000 പേരോട് ചേർന്ന് നിൽക്കുമ്പോഴും ഉള്ളിൽ നാം അനാഥരാണ് എന്നതൊരു സത്യമാണ്. യന്ത്രങ്ങളാണ് ഇന്ന് മനുഷ്യനെ നിയന്ത്രിക്കുന്നത്. സ്മാർട്ട് ഫോണുകൾ നമ്മുടെ ആത്മാവിൻ്റെ അവയവമായി മാറിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 1-ാം തീയതിയാണെന്ന് തോന്നി മനോരമയിലെ പുതുവർഷമേ നീ നീതി തരുമോ എന്നുള്ളൊരു ക്യാപ്ഷൻ മനോരമയിലുണ്ടായിരുന്നു. ഉന്നാവിലെ പെൺകുട്ടിയുടെ നിലവിളിയാണ്. ആത്മസംഘർഷങ്ങളുടെ ഒരു കാലം. ചിലപ്പോൾ തോന്നിപ്പോകും, ദൈവമേ നീ പോലും കൈവിട്ടുവോ? നീ എന്തുകൊണ്ട് ദൂരത്ത് നിൽക്കുന്നു? നീ എന്തുകൊണ്ട് ഈ കഷ്ടതയുടെ നടുവിൽ മുഖം തിരിച്ച് നിൽക്കുന്നു എന്ന് നമ്മുടെ മനസ്സിൽ തോന്നിപ്പോകും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ പുതിയ പ്രതിജ്ഞ എന്ന് ഒന്ന് ചിന്തിക്കാനുള്ള അവസരമാണിത്. ഞാൻ പറയുമ്പോൾ പുതിയ പ്രതിജ്ഞ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ എല്ലാ ആശയങ്ങളും ഉണ്ട്. നമ്മുടെ മനസ്സിൽ ചില തീരുമാനങ്ങളുണ്ട്. അതൊക്കെ പുതുവർഷത്തിൽ നമ്മളൊരു റെസൊല്യൂഷനായിട്ടൊക്കെ പാസ്സാക്കും. പക്ഷെ അവസാനം വരുമ്പോൾ അതൊന്നും യാഥാർത്ഥ്യമാവില്ല എന്നതൊരു സത്യമാണ്. അതുകൊണ്ട് ഞാൻ വളരെ ലളിതമായ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ അവസാന സമയത്ത് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, ജനങ്ങൾ എന്നെ ആർ എന്ന് പറയും. അപ്പൊ ജനങ്ങളുടെ കാഴ്ചപ്പാട്, ശിഷ്യന്മാരുടെ കാഴ്ചപ്പാട് ഒക്കെ കാണുന്നുണ്ട്, അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ പത്രോസ് പറയുന്നു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയും. അതുമായി ബന്ധപ്പെട്ട് ഒരു ആശയം പറഞ്ഞ് 2 സഭയെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിൽ മനുഷ്യരൊക്കെ അടയാളങ്ങൾ അന്വേഷിക്കുന്നവരാണ്. ഈ അടയാളങ്ങൾ മനുഷ്യനെ ബോധ്യങ്ങളിലേക്ക് നയിക്കുന്നതാണ്. ആ ബോധ്യങ്ങളാണ് മനുഷ്യനെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷനിൽ നിലനിർത്തുന്നത്. ഈ ഒരു അന്വേഷണമോ ബോധ്യങ്ങളോ ഇല്ലാതെ വരുമ്പോൾ നമ്മളൊക്കെ അവസരവാദികളായിട്ട് മാറും. നിലപാടുകളില്ലാത്ത, എന്തിനും ചാഞ്ഞു കൊടുക്കുന്ന മനുഷ്യരായിട്ട് മാറും. യേശു കർത്താവിൻ്റെ പ്രവൃത്തിയും പ്രവർത്തനവും പ്രബോധനങ്ങളും നിലപാടുകൾ ഉള്ളത് ആയിരുന്നു. കർത്താവ് ഒരിക്കലും ചാഞ്ഞു കൊടുക്കുന്നവനല്ലായിരുന്നു. കല്ലേറ് വന്നാലും ക്രൂശ് നേരിടേണ്ടി വന്നാലും കർത്താവ് അതിൽ തൻ്റെ ദർശനത്തിൽ ഉറച്ചു നിന്നു എന്ന് നമുക്ക് കാണാം. എന്നാൽ ശിഷ്യന്മാർ, യേശുവിനോട് കൂടെ നടന്നവർ, ഭക്ഷിച്ചവർ, സഞ്ചരിച്ചവർ, സഞ്ചാരികളായ ശിഷ്യന്മാർ, പക്ഷേ അവരെ സംബന്ധിച്ച് പറയുമ്പോൾ യേശുവിനെ ഒരിക്കലും അവർക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഗമിച്ചു, പക്ഷേ യേശുവിനെ പിടുത്തം കിട്ടാതെ പോയ ശിഷ്യന്മാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവിനെ കുരിശിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്ന ശിഷ്യന്മാരുണ്ട്. നീ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന ശിഷ്യന്മാരുണ്ട്. അങ്ങനെയുള്ള ശിഷ്യന്മാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരുടെ താല്പര്യം എന്ത് എന്ന് ചോദിച്ചാൽ, എന്ത് ലഭിക്കും, വയറ് നിറയ്ക്കണം, പണം സമ്പാദിക്കണം, ഇതൊക്കെയാണ് അവരുടെയൊക്കെ എല്ലാവരുടെയും ദർശനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ എവിടെയോ കേട്ടതാണ്, അപ്പൻ്റെ വിചാരങ്ങളിലേക്ക് ഉയരണമെന്നത് നമ്മുടെ ഒരു നിലപാട് ആയിരിക്കണം. അപ്പൻ ദൈവത്തിൻ്റെ നിലപാടിലേക്ക്, ദൈവത്തിൻ്റെ വിചാരങ്ങളിലേക്ക് നാം ഉയരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വിചാരങ്ങളിലേക്ക് ഉയരണമെങ്കിൽ നമ്മുടെ വിശ്വാസം ആഴമുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഈ വിശ്വാസത്തിൽ ചില നൊമ്പരങ്ങളുണ്ട്. ആ നൊമ്പരങ്ങൾ ഏറ്റെടുക്കാൻ നാം തയ്യാറാകുന്നു എങ്കിൽ മാത്രമേ ക്രിസ്തു ശിഷ്യരായിട്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ നമുക്ക് കഴിയൂ എന്ന് പ്രാരംഭമായിട്ട് ഞാൻ ഓർപ്പിക്കുന്നു. അതുകൊണ്ട്
അപ്പന്റെ വിചാരങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അവസരവാദ നിലപാടുകൾ വെടിഞ്ഞ് ആത്മാർപ്പണം ശീലിക്കണം എന്നതാണ് ദൈവവചനം കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ നിന്ന് നാം വ്യതിചലിക്കുമ്പോൾ നാം ഓട്ട വീണ ക്രിസ്ത്യാനികളായിട്ട് മാറുകയാണ്. നമ്മുടെ ആത്മാർപ്പണം വെറും ഭൗതികമായ കാര്യത്തിനു വേണ്ടി മാത്രം ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് യേശു കർത്താവിൻ്റെ ജീവിതം, കർത്താവ് ആരാണ് എന്ന് ശിഷ്യന്മാരൊക്കെ പറയുന്നത് ഇതിനോട് ചേർന്നൊന്ന് ധ്യാനിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. യേശു കർത്താവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ശിഷ്യഗണങ്ങളോട് കർത്താവ് ചോദിക്കുകയാണ്, ജനങ്ങൾ എന്നെ ആർ എന്ന് പറയും. ജനങ്ങളെക്കുറിച്ച്, ജനങ്ങളുടെ കാഴ്ചപ്പാട് അവർ പറയുന്നുണ്ട്. യോഹന്നാനാണ്, യിരെമ്യാവാണ്, പ്രവാചകന്മാരിൽ ഒരുത്തനാണ് എന്നൊക്കെ. ഒരുപക്ഷെങ്കിൽ യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു. ലാളിത്യവും പ്രസംഗിക്കുന്ന അതേ ആശയങ്ങൾ പ്രായോഗികമാക്കുവാൻ ശ്രമിക്കുന്നതായ യോഹന്നാന്റെ ഒരു പിന്തുടർച്ച യേശു ക്രിസ്തുവിൽ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് അവർ പറയുകയാണ്, നീ യോഹന്നാൻ സ്നാപകനാണ്. ജനങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറയും. യിരെമ്യാവ് നിലവിളിക്കുന്ന, നിരന്തരമായി ജനതയ്ക്ക് വേണ്ടി കരയുന്ന പ്രവാചകൻ. യേശു കർത്താവും കരഞ്ഞു. യെരുശലേമിനെ നോക്കി യേശു കർത്താവ് കരഞ്ഞു. അതുപോലെ തന്നെ മറ്റ് പല ഇടങ്ങളിൽ കർത്താവ് കരഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് യിരെമ്യാവിൻ്റെ ഒരു പിന്തുടർച്ചയാണ് യേശു കർത്താവ് എന്ന് പറയുന്ന ജനങ്ങൾ. ശിഷ്യന്മാരിൽ പ്രവാചകന്മാരിൽ ഒരുത്തൻ എന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാട് ഒരു ആഴമുള്ള കാഴ്ചപ്പാടാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. എന്നാൽ അങ്ങനെ പറയുമ്പോൾ യേശു കർത്താവ് ചോദിക്കുകയാണ്, എൻ്റെ കൂടെ സഞ്ചരിച്ച് എന്നോടൊപ്പം എൻ്റെ ദുരിതങ്ങളിലും സന്തോഷത്തിലും പങ്കുചേർന്ന നിങ്ങൾ എന്നെ ആർ എന്ന് പറയും. ഒരുപക്ഷെ നിശബ്ദതയാണ് അവിടെ കാണാൻ കഴിയും. ആ നിശബ്ദതയിലാണ് പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അതായത് പത്രോസിൻ്റെ ദൈവവിചാരം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയും. ഇതിനുള്ളിൽ ഒരു ക്രൈസ്തവന്റെ ജീവിതം, അറിവ്, ബോധ്യം, സാക്ഷ്യം ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ ക്രിസ്തീയ ശുശ്രൂഷയുടെ ഏറ്റവും ഗൗരവതരമായ ചില കാര്യങ്ങൾ അതിൽ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് പത്രോസിന്റെ ഈ ഒരു വിശ്വാസ പ്രഖ്യാപനം? ഒന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്, യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിലൂടെ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയാൻ കാരണം വിശ്വസനീയമായ ചില ശുശ്രൂഷ മാതൃകകൾ യേശു കർത്താവ് കാണിച്ചു തന്നു. വിശ്വസിക്കാവുന്ന, പിന്തുടരാവുന്ന ചില ശുശ്രൂഷ മാതൃകകൾ യേശു കർത്താവ് കാണിച്ചു തന്നു. അതാണ് പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോ ജീവനുള്ള ശുശ്രൂഷയുടെ മാതൃകകൾ അല്ലെ? കർത്താവ് രോഗിയെ തൊട്ടു, സൗഖ്യം കൊടുത്തു. കൂനിയായ സ്ത്രീ 18 സംവത്സരമായി ദേവാലയവും അതിൻ്റെ ആരാധനയുമായി ഒക്കെ ചേർന്ന് നിന്ന ആ സ്ത്രീ അവിടെ എഴുന്നേൽപ്പിച്ച് നിർത്തി അവൾക്ക് സൗഖ്യം കൊടുക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷ നമുക്കൊക്കെ പിന്തുടരാവുന്ന മാതൃകയുള്ള ശുശ്രൂഷയാണ്, വിശ്വസിക്കാവുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഈ ശുശ്രൂഷ കണ്ടിട്ട് ഈ ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുവാൻ പത്രോസിന് സാധിച്ചു. പത്രോസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ യേശുവിൻ്റെ അടയാളം മാത്രമല്ല, പിന്നെയോ ചില ബോധ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഉൾച്ചേരൽ, കർത്താവ് ചെയ്ത ഈ ശുശ്രൂഷയുടെ അല്ലെ അതിശയത്തിൻ്റെയൊക്കെ പങ്കാളിയായി തീർന്നു എന്നതിനേക്കാൾ അപ്പുറത്ത്
ഉൾച്ചേരൽ, അതിനോടുള്ള ഒരു ആഭിമുഖ്യം ഈ പത്രോസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആഭിമുഖ്യം എന്ന് പറയുമ്പോൾ കേവലം വികാരമോ വിചാരമോ അഭിപ്രായമോ പ്രകടിപ്പിക്കുകയല്ല, പിന്നെയോ ഈ ജീവിതവുമായിട്ട് ഈ ശുശ്രൂഷയുമായിട്ട് ഇഴുകിച്ചേരുന്ന ഒരു ജീവിത ശൈലി ഈ പത്രോസ് സ്വീകരിച്ചു, യേശുക്രിസ്തുവിൽ കണ്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മദർ തെരേസയൊക്കെ ഇന്നും മരണപ്പെട്ടിട്ട് 10-30 വർഷങ്ങൾ കഴിഞ്ഞു. ഇന്നും അവരെ ഓർക്കുന്നതിന്റെ കാരണം എന്ന് ചോദിച്ചാൽ ചില ബോധ്യങ്ങൾ ലോകത്തിന് നൽകി. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ശുശ്രൂഷ ചെയ്ത അവർ നൽകിയ ബോധ്യങ്ങൾ, ഉൾച്ചേരലിന്റെ ചില ബോധ്യങ്ങളാണ് അവർ ലോകത്തിന് നൽകിയത്. അതുകൊണ്ട് പത്രോസ്, ഒന്ന് ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിൽ കണ്ട ചില വിശ്വസനീയമായ മാതൃക. 2, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ചില ഉൾച്ചേരലുകൾ, അത് പത്രോസ് സ്വീകരിച്ചു എന്ന് കാണാൻ കഴിയും. മാത്രമല്ല, പത്രോസിനൊരു സാക്ഷ്യമുണ്ട്. അതാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നത്. എന്ന് പറഞ്ഞാൽ ദൈവിക വെളിപ്പെടുത്തലുകൾ യേശു ക്രിസ്തുവിലൂടെ കണ്ട ആ മനുഷ്യൻ, അവൻ പറയുകയാണ്, ഞാൻ ഇവനെ കണ്ടു, ഇവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഒരു സാക്ഷ്യമാണ്. ഈ സാക്ഷ്യം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ, സാക്ഷി പറയും, ഞാൻ സാക്ഷി പറയും. സാക്ഷ്യം എന്ന് പറയുമ്പോൾ വിറ്റ്നസ് എന്നാണ്. എന്ന് പറഞ്ഞാൽ കണ്ടത് മറ്റുള്ളവരോട് പറയുന്നത്, കേട്ടതല്ല, കണ്ടത്. അതുകൊണ്ടാണ് ഈ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ കണ്ടതും തൊട്ടതും രുചിച്ചതുമായ സുവിശേഷം. ആ കണ്ടതാണ് ഒരു സാക്ഷ്യമായിട്ട് ഈ പത്രോസ് പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് വിശ്വസനീയമായ മാതൃക യേശുവിൽ കണ്ടെത്തി. 2, ഉൾച്ചേരലിന്റെ ചില അനുഭവങ്ങൾ യേശു ക്രിസ്തുവിൽ കണ്ടു. അവനെ വിട്ടുപിരിയാൻ മനസ്സില്ലാത്തവതും കർത്താവിന്റെ ശുശ്രൂഷയെ ഉൾച്ചേർന്നു. അതിൽ ഉൾച്ചേർന്ന മനുഷ്യന് ഈ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ഈ കർത്താവിന് കണ്ടത് സാക്ഷിക്കുന്ന ഒരു സാക്ഷ്യമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, നീ ജീവനുള്ള ക്രിസ്തു എന്ന് പറയുന്നത്. യേശു കർത്താവിനെ പറ്റിയുള്ള ചില ധ്യാനങ്ങളും ഇതൊക്കെ നമ്മൾ പങ്കുവെക്കുമ്പോൾ ഞാൻ ചോദിക്കും, ഈ പുതുവർഷത്തിൽ ക്രിസ്തു നമുക്ക് ആരാണ്? യേശു ക്രിസ്തു നമുക്ക് ആരാണ്? ചരിത്ര പുരുഷനാണ്, സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു, എന്നൊക്കെ നമുക്കറിയാവുന്ന. പക്ഷേ ഞാൻ ചോദിക്കാം, എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ക്രിസ്തു ജീവനുള്ളവനാണോ മരിച്ചവനാണോ? ഈ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഉൾച്ചേരാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? ഈ ക്രിസ്തുവിന്റെ ശുശ്രൂഷ അതൊരു മാതൃകയായി സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന സാക്ഷ്യം അത് ജീവിതത്തിലൂടെ പകർത്തുവാൻ നമുക്ക് കഴിയണം എന്ന് ഈ ഭാഗത്ത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പത്രോസിന്റെ ഉത്തരം, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. രണ്ടാമത് യേശു കർത്താവ് പറയുന്ന മറുപടിയാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ബെറയോന ശീമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. ഇപ്പം മനുഷ്യന്റെ ബുദ്ധി, മനുഷ്യന്റെ ശക്തി, മനുഷ്യന്റെ ചില ചിന്താധാരകൾ, അതൊന്നുമല്ല ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയാൻ കഴിഞ്ഞത്. പിന്നെയോ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിശ്വാസശീലങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കണ്ടത് തൊട്ടത് എന്നൊക്കെ പറയുന്നത് പോലെ യേശുക്രിസ്തുവിലൂടെ ഈ ശുശ്രൂഷയുടെ മഹത്വം ദർശിച്ചവൻ, ആ മഹത്വം ദർശിച്ചവനോട് കർത്താവ് പറയാണ്, ജഡരക്തങ്ങളല്ല, സ്വർഗീയ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ ഒരു ക്ലെയിമൊക്കെ എന്താന്ന് ചോദിച്ചാൽ, ഞാൻ യേശുവിനെ അറിയുന്നവനാണ്, കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് യേശു കർത്താവ് ഒരു സ്വന്തമാണ് എന്നുള്ള ചിന്ത വളരെ ശക്തമാണ്. സത്യമാണ്, യേശു കർത്താവ് നമ്മുടെ സ്വന്തമാണ്. എന്നാൽ ജഡരക്തങ്ങളല്ല, ദൈവമാണ് ഇത് വെളിപ്പെടുത്തി തന്നത് എന്നുള്ള ഒരു ദർശനം നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടാകണം.
ഈ ക്രിസ്തു നമ്മുടെ രക്ഷകനാണെന്ന്, ക്രിസ്തു നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് എപ്പോഴും തിരിച്ചറിയുന്ന ഒരു മനോഭാവം. ഇതാണ് രണ്ടാമത് ഈ പത്രോസിനോട് യേശു കർത്താവ് പറയുന്നത്. മൂന്നാമത്തത് കർത്താവ് പറയുകയാണ്, പത്രോസേ, നീ പാറയാകും, ഞാൻ നിന്റെ മേൽ എൻ്റെ സഭയെ പണിയും എന്ന് പറയുന്നു. പാറമേൽ പണിത സഭ, ഇതാണ് മൂന്നാമത്തെ ദർശനം എന്ന് പറയുന്നത്. പാറമേൽ പണിത സഭ. നമുക്കറിയാം, പാറ, റോക്ക്. പത്രോസിനെ വിളിക്കുന്നതും അത് തന്നെയാണ്. നീ പാറയാകും, പത്രോസേ നീ പാറയാകുന്നു എന്ന് പറയുന്നു. യേശു കർത്താവ് പാറമേൽ വീട് പണിത മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. പാറമേലുള്ള വീട് എന്ന് പറയുമ്പോൾ ഒരു സഭയുടെ നിർമ്മിതി ഈ ഫൈനാൻസ്, സാമ്പത്തിക കാര്യങ്ങൾ കൊണ്ടല്ല സഭ പണിയുന്നത്. അതൊരു പണത്തിന്റെ ആവശ്യമുണ്ട്. എന്നാൽ വൈക്കോലും അല്ല വലിയ കോൺക്രീറ്റും മറ്റും കൊണ്ടല്ല സഭ പണിയുന്നത്. പിന്നെ എന്നാണെന്ന് ചോദിച്ചാൽ, തിരുസഭ, ദൈവത്തിന്റെ സഭ പണിയപ്പെടേണ്ടത് നമ്മുടെ ചില മാതൃകകളിലൂടെയാണ് എന്ന് പറയുന്നു. പാറമേൽ പണിയുന്ന സഭ, വിശ്വാസത്തിന്റെ പാറമേൽ പണിയുന്ന സഭയായിരിക്കണം സഭ എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഈ പാറ എന്നൊക്കെ പറയുമ്പോൾ വളരെ സ്ട്രോങ് ആണ്. പാറമേൽ വീട് പണിത മനുഷ്യന്റെ ഉദാഹരണമൊക്കെ നമുക്കറിയാം. അവിടെ എന്തെന്ന് ചോദിച്ചാൽ, ഒരിക്കലും ഇളകിപ്പോകാത്ത, ഏത് പ്രതിസന്ധികൾ വന്നാലും ഉറച്ചു നിൽക്കുന്ന, പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും വന്നാലും സ്ഥായിയായ ഉറപ്പുള്ള വിശ്വാസമുള്ള ഒരു സമൂഹത്തിന്റെ കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. ആ പാറയിലാണ് ഞാൻ എൻ്റെ സഭയെ പണിയുന്നത് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സഭ എപ്പോഴും ഒരു ശിലയാണ്. സഭ എപ്പോഴും പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് മാറണം. നമ്മൾ ഈ സഭ എന്ന് പറഞ്ഞാൽ ഒരു തിരുവല്ലായിലിരിക്കുന്ന ഒന്നല്ല. ഈ സഭ വിശ്വാസ സമൂഹത്തിന്റെ കൂട്ടായ്മയാണ്. ഈ വിശ്വാസ സമൂഹത്തിന്റെ കൂട്ടായ്മ ഒരു ശിലയായിട്ട് മാറണം, ഒരു പാറ പോലെ ആയിരിക്കണം. പ്രതിസന്ധികളും ദുഃഖങ്ങളും വേദനകളും സംഘർഷങ്ങളും ഒക്കെ വരുമ്പോഴും ഈ ക്രിസ്തു കാണിച്ചതായ ആ വിശ്വാസ ധൈര്യം, ആ ഉറപ്പ്, ഞാൻ പറയാം, ഉരുക്കം നമ്മുടെ മനസ്സിലുണ്ടാവണം. അതാണ് സഭയെ സംബന്ധിച്ച് യേശു കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരു സഹന സമൂഹമായിട്ട് സഭ മാറണം. പാറമേൽ ഉറപ്പുള്ള ഒരു വിശ്വാസ സമൂഹമായിട്ട് സഭ മാറണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് പത്രോസിനോട് വീണ്ടും പറയുകയാണ്, എന്താ ചോദിച്ചാൽ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. പാറമേൽ ഉറപ്പിച്ച് നിർത്തിയ, അല്ലെ പാറ പോലെ ഉറപ്പുള്ള ഒരു സഭ, ആ സഭയെ തകർക്കുവാൻ പാതാള ഗോപുരങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതായത് മരണശക്തികളുടെ വർധനാ രീതികൾ കാലദേശമനുസരിച്ച് വ്യത്യാസപ്പെടുമെങ്കിലും അവയുടെ അടിസ്ഥാന സ്വഭാവം ജീവനിഷേധവും നീതി നിഷേധവുമാണ്. നീതി നിഷേധവും ജീവനിഷേധവും ഉള്ള ലോകത്തിൽ ഈ സഭയെ ജയിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്നുള്ള വലിയ ദർശനമാണ് പത്രോസിന് യേശു കർത്താവ് കൊടുക്കുന്നത്, അല്ലെ? നീതി നിഷേധം, ജീവനിഷേധം, എന്തെല്ലാം ഇടങ്ങളിൽ എവിടെയെല്ലാമാണ് ഇത് കാണാൻ കഴിയുന്നത്. ഇത് പാതാള ഗോപുരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് സഭയെ തകർക്കുന്നതാണ്, അല്ലെ? നമുക്കറിയാം, ഇന്ന് സഭയെ തകർക്കുന്ന പാതാള ഗോപുരങ്ങൾ വളരെ പലതാണ്. എന്നാൽ ഉറപ്പുള്ള ശിലയായിരിക്കുന്ന സഭ, ശില പോലെ ഉറപ്പുള്ള വിശ്വാസ സമൂഹത്തിന്റെ കൂട്ടായ്മ, ആ സഭ ഒരിക്കലും പാതാള ഗോപുരങ്ങളെ ജയിക്കുവാൻ സമ്മതിക്കില്ല എന്നുള്ള ഒരു ചിന്തയാണ് ഇവിടെ നൽകുന്നത്. അതുകൊണ്ട് വ്യത്യസ്തമായ ഒരു കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. പാറമേൽ ഉറപ്പുള്ള പട്ടണം പോലെ, പാറ പോലെ ഉറച്ചു നിൽക്കുന്ന, ശില പോലെ ആയിരിക്കുന്ന ഒരു സഭ. ആ സഭ ജീവനിഷേധവും മനുഷ്യനിഷേധവും ഒക്കെ വരുന്ന സമയത്ത്
ഉറച്ചു നിൽക്കും. പാതാള ഗോപുരങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഈ സഭയെ വിജയിപ്പിക്കത്തില്ല, ഈ സഭയെ തകർക്കത്തില്ല എന്ന് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവസാനമായിട്ട് ഈ പത്രോസിന്റെ സാക്ഷ്യത്തിൽ യേശു കർത്താവിന്റെ ഈ ഒരു പ്രബോധനത്തിൽ പറയുന്ന, നിങ്ങൾ ഈ സഭ ആരായിരിക്കണം? ഒരു ഓൾട്ടർനേറ്റീവ് സമൂഹമായിരിക്കണം, അല്ലെ? ഒരു ഓൾട്ടർനേറ്റീവ്, ഒരു ബദൽ സമൂഹമായിട്ട് മാറണം എന്ന് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബദൽ സമൂഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു 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 ആശയമാണ് ബദൽ സമൂഹം. സഭ എപ്പോഴും ഈ ലോകത്തിൽ വ്യത്യസ്തമായ നിലപാടുകൾ, വ്യത്യസ്തമായ ദർശനങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഒരു കൂട്ടായ്മ സമൂഹമാണ്, സംഘമാണ് എന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ വാൾട്ടർ ബുർഗ്മാൻ അദ്ദേഹത്തിന്റെ പ്രോഫറ്റിക് ഇമാജിനേഷൻ അതിലെ പറയുന്നത്, ഇസ്രയേൽ ആസ് ആൻ ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റി, അല്ലെ? ദൈവം വിഭാവന ചെയ്ത നമുക്ക് മാതൃകയുള്ള ഒരു സമൂഹമാണ് പഴയ നിയമത്തിൽ വേദപുസ്തകത്തിലെ ഇസ്രയേൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എല്ലാത്തിലും വ്യത്യസ്തതകളുള്ള ഒരു സമൂഹം, അല്ലെ? അവരെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ യാത്രാ സമൂഹമാണ്, ദേശാന്തരികൾ എന്നൊക്കെ നമുക്ക് കാണാം. പക്ഷെ അവരുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഫെയ്ത്താണ്. മാത്രമല്ല അവരിൽ ബലഹീനർ, ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, അവരെയൊക്കെ കരുതുന്ന ഒരു ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റി ആയിട്ടാണ് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് കമ്മ്യൂണിറ്റിയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ മോസസിന്റെ ലീഡർഷിപ്പ്, ആ ലീഡർഷിപ്പ് ഏറ്റവും ശക്തമാണ്. നഗ്നപാതനായിട്ട് ഈ ജനതയോട് കൂടെ സഞ്ചരിച്ച മോശ കാണിച്ചു തരുന്ന ഒരു ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റിയാണ് സഭ എന്ന് പറയുന്നത്. പുതിയ നിയമത്തിലേക്ക് വരുന്ന സമയത്ത് അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിൽ ഒരു ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റി, ആദിമ സഭയെ സംബന്ധിച്ച് 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ അപ്പോസ്തലന്മാരുടെ പ്രസംഗം, ജീവിതം, ശുശ്രൂഷയൊക്കെ എത്ര ആളുകളെ ഈ സഭയിലേക്ക് ചേർത്തു, ഈ സഭയുടെ ഭാഗമാക്കി മാറ്റി. 3-ാം അധ്യായത്തിൽ ഈ പത്രോസും യോഹന്നാനും ദൈവാലയത്തിലേക്ക് പോവുകയാണ്. ഈ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു ഭിക്ഷ യാചിച്ചിരിക്കുന്ന മനുഷ്യൻ, അവനെ സംബന്ധിച്ച് പറയുമ്പോൾ ദേവാലയത്തിന് ഉള്ളിൽ അവൻ പ്രവേശിച്ചിട്ടില്ല. ആരാധന എന്ത് എന്ന് അവൻ കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷേ അവൻ കണ്ടിട്ടില്ല. അങ്ങനെയുള്ള മനുഷ്യൻ ഈ പത്രോസും യോഹന്നാനും യാത്ര ചെയ്ത് പോകുമ്പോൾ ഇവരുടെ കണ്ണിലേക്ക് നോക്കുകയാണ്. ഒരുപക്ഷെങ്കിൽ അവൻ്റെ ആ നോട്ടം, ആ കണ്ണുകളിലേക്കുള്ള നോട്ടം, അവൻ പണം പ്രതീക്ഷിച്ചുകൊണ്ട്, നാണയ തുട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം കണ്ണുകളിലേക്ക് നോക്കിയത്. എന്നാൽ പത്രോസും യോഹന്നാനും ഒരു ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ് തങ്ങൾ എന്നുള്ള ആ ഒരു വ്യക്തമാക്കലാണ് കാണുന്നത്. എന്നിട്ട് പറയുകയാണ്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, നസറേയനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അവിടെ വായിക്കുന്നത്, അവന്റെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവനെ വിട്ടിട്ട് പോവല്ല, കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവനെയും കൊണ്ട് ദേവാലയത്തിനുള്ളിൽ പ്രവേശിപ്പിച്ചു. എന്നിട്ട് തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തി. ഒരു ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റി അവിടെ മുടന്തനെയും ബലഹീനനെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവനെയും അവനെ ചേർത്ത് നിർത്തുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ 3-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവം, യേശു കർത്താവ് വിഭാവന ചെയ്യുന്ന ബേസിക് കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, ദൈവത്തിന്റെ സ്വന്തം ജനമായ വിശ്വാസ സമൂഹത്തെക്കുറിച്ച് പറയും, നിങ്ങളൊരു ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റി ആയിരിക്കണം. ആ ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റി പഴയ നിയമത്തിന്റെ കുറെ കൂടെ ശക്തമായ ഒരു ആവിഷ്കാരമാണ് ആദിമസഭയുടെ ആവിഷ്കാരം എന്ന് പറയുന്നത്. അവിടെ പത്രോസും യോഹന്നാനും ഒരു ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ലീഡേഴ്സ് ആയിട്ട് നിൽക്കുകയാണ്. ചേർത്ത് നിർത്തുന്ന, ചേർത്ത് പിടിക്കുന്ന ശുശ്രൂഷകരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ നോട്ട് എസ്ട്രേഞ്ച്മെന്റ് ബട്ട് എംബ്രേസ്മെന്റ്. ഇമാനുവേൽ ലിവിനോസ് എന്ന് പറയുന്ന ചിന്തകൻ അദ്ദേഹം പറയുന്നത്, അതർനെസ്, മറ്റുള്ളവർ എന്നുള്ള ദർശനം എപ്പോഴും സഭയ്ക്കുണ്ടായിരിക്കണം. മാർത്തോമാക്കാരെ മാത്രമല്ല, ക്രിസ്ത്യാനികളെ മാത്രമല്ല, അതർനെസ്, മറ്റുള്ളവരും ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടായ്മ സമൂഹം. അപ്പൊ അവിടെ ആ ഒരു സമൂഹത്തിൽ അകറ്റി നിർത്തുകയല്ല, അകലങ്ങളിൽ നിർത്തുകയല്ല, പിന്നെയോ എംബ്രേസ്മെന്റ്, അവനെ കൂട്ടിച്ചേർത്തുകൊണ്ട് പോകുന്ന ഒരു യാത്രയാണ്
ക്രൈസ്തവ സമൂഹത്തിൻ്റെ യാത്ര എന്ന് പറയുന്നു. ഒരു തീർത്ഥാടക സമൂഹത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് ബലഹീനനെയും മുടന്തനെയും പാർശ്വവൽക്കരിക്കപ്പെട്ടതിനെയും അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. നോട്ട് എസ്ട്രേഞ്ച്മെന്റ് ബട്ട് എംബ്രേസ്മെന്റ്. അതിനോട് ചേർന്ന് പറയാൻ നോട്ട് ഹോസ്റ്റിലിറ്റി ബട്ട് ഹോസ്പിറ്റാലിറ്റി. ശത്രുതയല്ല, ഹോസ്പിറ്റാലിറ്റി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു വിശ്വാസ സമൂഹമായിട്ട് സഭ മാറണം. നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇടവുകളിലൊക്കെ ശത്രുതയാണ്. ഇപ്പോൾ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. ഞാൻ ഈ സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഒരു നാട്ടിൽ ജനിച്ച ഒരു ഗ്രാമത്തിൽ ജനിച്ച ഒരു ചെറുപ്പക്കാരനാണ്. എൻ്റെ ഗ്രാമത്തിലൂടെയാണ് എനിക്ക് സഭ എന്താണെന്നും വിശ്വാസം എന്താണെന്നും ഒക്കെ ലഭിച്ചത്. എൻ്റെ കൊച്ചു ഗ്രാമത്തിലൂടെയാണ്. ആ ഗ്രാമത്തിൻ്റെ ആ ജീവിതശൈലിയിലൂടെ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ ദർശനം എന്തെന്ന് ചോദിച്ചാൽ, സഭ വിമർശിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് ഇവിടെ തെറ്റുപറ്റിയാൽ. എന്നാൽ വിമർശിക്കുന്നതോടൊപ്പം സഭയുടെ ഭാഗമായി ഈ സഭയെ സ്നേഹിക്കുവാനും ഈ സഭയെ വളർത്തുവാൻ, തെറ്റുകൾ തിരുത്തി യാത്ര ചെയ്യുവാനും നമുക്ക് സാധിക്കണം. തെറ്റ് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ആ തെറ്റുകൾ പെരുപ്പിച്ച് കാണിക്കല്ല ഈ സഭയിൽ ശത്രുതയുണ്ടാക്കുന്നതല്ല, പിന്നെയോ ഹോസ്പിറ്റാലിറ്റി, ആതിഥ്യം നൽകി അവരെ കൂടെ ചേർത്ത് നിർത്തി കൊണ്ടുപോകുന്ന ഒരു ശുശ്രൂഷയാണ്. നമ്മൾ ഇപ്പോൾ തന്നെ ഈ ഇലക്ഷനൊക്കെ അങ്ങോട്ട് ഡിക്ലെയർ ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. എവിടെ നിന്നൊക്കെയാണ് വിളി വരുന്നത്? ഇന്ന സ്ഥാനത്തേക്കുള്ള മത്സരം, ആ മത്സരവുമായി ബന്ധപ്പെട്ട ശത്രുത, എത്രയെത്ര കേസുകളാണ്. ഇത് സഭയുടെ അടിത്തറ തകർക്കുന്നതാണ്. പുതിയ വർഷം നമുക്കൊരിക്കലും ഹോസ്റ്റിലിറ്റി അല്ല, പിന്നെ ഹോസ്പിറ്റാലിറ്റി ആയിരിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒന്ന്, ഈ സഭയെ ഈ കാലഘട്ടത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, വളരെ സങ്കീർണമായ ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ സങ്കീർണതകളിൽ തന്നെ നമുക്ക് ഒത്തിരി പ്രതീക്ഷയൊക്കെ ഉണ്ട്, അല്ലെ? വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. ഇതിലെ അടുത്ത 25 വർഷം എന്ന് പറയുന്നത് നമ്മൾ 100 വർഷങ്ങൾ പിന്നിട്ടതിനേക്കാൾ വളരെ വേഗത്തിൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലമാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ക്രിസ്തു ആരാണ്? ക്രിസ്തു യേശു കർത്താവ് ആരാണ്? യേശു കർത്താവ് ആരാ എന്ന് ഈ പത്രോസുമായുള്ള ആ ഒരു സംഭാഷണത്തിൽ പത്രോസ് വെളിപ്പെടുത്തുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. എന്നിട്ട് പറയുകയാണ്, യേശു കർത്താവിൻ്റെ ജീവിത മാതൃക, വിശ്വസനീയമായ ശുശ്രൂഷ മാതൃകകൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. 2, യേശു കർത്താവിനെ കുറിച്ചുള്ള ബോധ്യങ്ങൾ, അത് എന്നെ ഈ സാക്ഷ്യാനുഭവത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. 3, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുമ്പോൾ കേവലം അറിവിന്റെ ഒരു പങ്കുവയ്ക്കലല്ല, ബോധ്യങ്ങളുടെ ഒരു സൂക്ഷിച്ചു വയ്ക്കലോ ഒന്നുമല്ല, പിന്നെയോ ഈ കണ്ടത് സാക്ഷിക്കുന്ന ഒരു പത്രോസിനെയാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്. ആ പത്രോസിനോട് പറയുന്നത്, നീ ഇനിയും ശിലയാണ്, പാറയാണ്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ സഭ തകർന്നു പോകുന്നിടം അല്ല, തകർന്ന് ചിതറിപ്പോകുന്ന ഒന്നിൽ പണിതല്ല, പിന്നെയോ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും പരസ്പരമുള്ള ബന്ധത്തിലും സജീവമാക്കുന്ന ഒരു കൂട്ടായ്മ സമൂഹമാണ്. അതുകൊണ്ട് പാറമേൽ പണിത സഭ, അതാണ് പത്രോസിനോട് പറയുന്നത്. 2ാമത് അവിടെ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളൊരു സഹന സമൂഹമായിട്ട് മാറണം എന്ന് ഓർപ്പിക്കുകയാണ്. അതായത് വീട് പണിത മനുഷ്യന്റെ ഉദാഹരണത്തിലൂടെ ഈ പ്രതിസന്ധികളൊക്കെ വളരെയധികം നമ്മുടെ ജീവിതത്തെ തകർക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ക്രിസ്തു എന്ന പാറ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറണം. ആ പാറമേൽ പണിത സഭ പോലെ ആയിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. 3ാമത് പറയുന്നത്, നാം ഒരു ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റിയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ആ ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നോട്ട് എസ്ട്രേഞ്ച്മെന്റ് ബട്ട് എംബ്രേസ്മെന്റ്, നോട്ട് ഹോസ്റ്റിലിറ്റി ബട്ട് ഹോസ്പിറ്റാലിറ്റി. ഇതായിരിക്കണം സഭയുടെ ദർശനം എന്ന് പറയുന്നത്. ഈ നാളുകളിലൊക്കെ ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റിയായി പ്രവർത്തിക്കുന്ന ഒരുപാട് കൊച്ചു കൂട്ടായ്മ സമൂഹങ്ങളുണ്ട്, കൊച്ചു ഇടങ്ങളുണ്ട് എന്ന് ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ ചെട്ട്പെട്ടില് 6 മാസം ശുശ്രൂഷ ചെയ്തതേ ഉള്ളൂ. അത് കഴിഞ്ഞ ശേഷം വികാരി ജനറലായിട്ട് തിരിച്ചു വന്നു. ഞാൻ ഓർക്കുന്നു, അവിടെ ഞായറാഴ്ച
7:30 മണിക്ക് വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ ഒരു 7:15 പേരൻസ് 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് പള്ളി വരും. അത് ഒരു മൂത്തത് മോളാണ്. അവള് ഈ MS എന്ന് പറയുന്ന ഒരു പ്രത്യേക മൾട്ടിപ്പിൾ സിറോളിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിൻ്റെ പിടിയിലാണ്. വീൽ ചെയറിൽ നിന്ന് ഒരിക്കലും എഴുന്നേറ്റിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ 10-40 കിലോമീറ്റർ ദൂരെ നിന്നാണ് ഈ ചെട്ട്പിട്ട് പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്നത്. പക്ഷെ അവർ ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ മോളെയും കൊണ്ട് പള്ളിയിൽ കൊണ്ടുവരും. ഫ്രണ്ട് ബെഞ്ചിൽ അവിടെ ഫ്രണ്ടിൽ കൊണ്ട് ഇരുത്തും. ഈ കുഞ്ഞിന് വലിയ സന്തോഷമാണ് ആരാധന കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ. രണ്ടാമത്തത് മകനാണ്. അവന് ചെറിയ ചില പ്രയാസങ്ങൾ, ഓട്ടിസം. അവൻ അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ്. പക്ഷേ ഈ അമ്മയും അപ്പനും ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നു. വളരെ പ്രയാസമുള്ളൊരു സംഗതിയാണ് അവരെ കൊണ്ടുവന്ന് 2 മണിക്കൂർ പള്ളിയിൽ ഇരുത്തുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ പേരൻസ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് മടങ്ങിപ്പോകുമ്പോൾ അവരുടെ മുഖത്ത് ഭയങ്കര സന്തോഷമാണ്. കാരണം ആ കമ്മ്യൂണിറ്റി മുഴുവൻ ഈ കുഞ്ഞുങ്ങളെ എത്രമാത്രം കരുതുന്ന, കുഞ്ഞുങ്ങളോട് പോയി വർത്താനമൊക്കെ പറയുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മുഖം അങ്ങ് പ്രകാശിക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് ചോദിച്ചാൽ ഒരു ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റി. ഇവര് വളരെ ഉണ്ടെന്ന് അവരോട് ഇടപെടുമ്പോൾ നമുക്കറിയാം ഈ കുഞ്ഞുങ്ങളെ 2 പേരെയും കൊണ്ട്. എന്നാൽ നമ്മൾ നൽകുന്ന സ്നേഹം, നമ്മൾ നൽകുന്ന ആതിഥ്യം, നമ്മൾ നൽകുന്ന ഹോസ്പിറ്റാലിറ്റി, അത് ആ മാതാപിതാക്കളെ എത്ര സന്തോഷിക്കുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ മോള് ചെട്ട്പിട്ട് പള്ളിയിൽ പ്രസംഗിച്ച് ഞാൻ കേട്ടു. അണ്ണനഗർ പള്ളിയിൽ പ്രസംഗിച്ചത് ഞാൻ കേട്ടു. അവള് ചെസ് ലോക ഈ സ്പെഷ്യൽ ചിൽഡ്രൻ അവരുടെ ലോക ചെസ് ചാമ്പ്യനായിട്ട് അവാർഡൊക്കെ ലഭിച്ച് അതിനുശേഷമാണ് വന്നത്. ഞാൻ പറയട്ടെ, ഈ നമുക്ക് ഒത്തിരി കാര്യങ്ങളിൽ തെറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. എന്നാൽ നന്മ കണ്ടെത്താനും നന്മയോടുകൂടെ നിൽക്കുവാനും നമുക്ക് സാധിക്കുന്നത് ദൈവാനുഗ്രഹമാണ്. അതുകൊണ്ട് പുതുവർഷത്തിലെ പുതിയ പ്രതിജ്ഞ എന്ത്? പുതിയ പ്രതിജ്ഞയല്ല, നമ്മുടെ പുതുക്കേണ്ട പ്രതിജ്ഞ എന്തെന്ന് ചോദിച്ചാൽ, church should be an alternative community. Embracement, not estrangement but embracement. Not hostility but hospitality. ഇത് എക്സ്റ്റെൻഡ് ചെയ്യുവാൻ നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ കൂട്ടായ്മ സമൂഹത്തിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇതിന് അവസരം തന്ന പ്രിയപ്പെട്ട വിൽസൺ സാറിനോടും ഇന്ന് ഈ മീറ്റിങ്ങിലെ മോഡറേറ്റർ ആയിരിക്കുന്ന അച്ഛനോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അരമണിക്കൂർ നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. സംശയമൊന്നുമില്ല എന്ന് എനിക്കറിയാം. സംശയം തീർക്കാനും എനിക്ക് പ്രയാസമാണല്ലോ. നമ്മൾ ചില ബോധ്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. അത് പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. താങ്ക് യു അച്ഛാ, അച്ഛൻ്റെ മനോഹരമായിട്ടുള്ള പ്രഭാഷണത്തിന്. ഇപ്പോഴേ VI ജേക്കബ് സാറ് അനൗൺസ്മെന്റ് നടത്തും. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് നടത്തിക്കൊള്ളട്ടെ. ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ 286ാമത് ലൈവ് വെബിനാർ പതിവ് പോലെ അടുത്ത ശനിയാഴ്ച രാത്രി 8:30 മണിക്ക്, അതായത് 2026 ജാനുവരി 10-ാം തീയതി രാത്രി 8:30 മണിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പിന്നാലെ അറിയിക്കുന്നതാണ്. അടുത്ത വെബിനാറിലും ഇതേ ലിങ്കിലും ഇതേ പാസ്വേഡിലും പ്രവേശിക്കാവുന്നതാണ്. അടുത്ത വെബിനാറിൽ ഏവരും പങ്കെടുക്കണമെന്ന് പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത്രയുമാണ് അടുത്ത വെബിനാറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. താങ്ക് യു. പ്രിയപ്പെട്ട മാത്യു ജോണച്ചൻ വളരെ ലളിത സുന്ദരമായിട്ടുള്ള പദാവലിയിലൂടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അന്തസ്സത്തെക്കുറിച്ച് നമ്മോട് വളരെ ഹ്രസ്വമായി സംസാരിച്ചു. പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ നിറഞ്ഞൊരു ലോകത്തിൽ നാം ജീവിക്കുന്നു. അവിടെ യേശുക്രിസ്തു നമുക്ക് ആരാണ്? നമ്മുടെ ജീവിതത്തിൽ അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റുപറയുവാൻ തക്കോണം വിശ്വാസ അനുഭവങ്ങളിലൂടെ സഭ നീങ്ങണം. സഭ ലോകത്തിലെ ദൈവത്തിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്ന മനുഷ്യരാശിയുടെ സ്വപ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. ആ വിശ്വാസ ബോധ്യത്തിലൂടെ ജീവിതത്തെ നേരിടുവാൻ നമുക്ക് കഴിയണം. വിശ്വാസത്തിൻ്റെ മഹനീയമായ മാതൃകകളെ അത് ജീവിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര തുടരണം. ഹോസ്റ്റിലിറ്റി അല്ല, ഹോസ്പിറ്റാലിറ്റിയാണ്. എസ്ട്രേഞ്ച്മെൻ്റ് അല്ല, എംബ്രേസിംഗ് ആണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ തുടർച്ചയായി തീരുവാനായി പുതിയ വർഷത്തിലെ
പ്രതിജ്ഞ ചെയ്യാം എന്നാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ മദ്രാസിലെ ചെറ്റ്പേട്ട് പള്ളിയിലെ അനുഭവങ്ങളൊക്കെ വിവരിച്ചത് എത്ര ടച്ചിങ് ആയിട്ടുള്ള വിധത്തിലാണ്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ സഭയെ വിമർശിക്കാം, പക്ഷെ ആ വിമർശനങ്ങളോടൊപ്പം സഭയെ ചേർത്ത് പിടിക്കുകയും സമൂഹത്തിലെ ദുർബലരും പുറന്തള്ളപ്പെട്ടവരുമായിട്ടുള്ള ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളൊരു ഓൾട്ടർനേറ്റ് കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു പുതിയ നിയമസഭ പോലെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ള ഈ മഹത്തായ ആശയം അച്ഛൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. അച്ഛൻ അതിന് വളരെ നന്ദി. ഇനി നമുക്ക് പ്രതികരണത്തിലുള്ള അവസരമാണ്. സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരെ ചുരുക്കമായിട്ട് സംസാരിക്കണം. അച്ഛന് പോകേണ്ടതുണ്ടെന്ന് പറഞ്ഞല്ലോ. സിസ്റ്റത്തിലെ കൈ ഉയർത്തുന്നതനുസരിച്ച് ആളുകളുടെ പേരുകൾ വിളിക്കും. ഇപ്പോൾ ജേക്കബ് മാത്യു അയക്കര ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ജേക്കബ് മാത്യുവിന് സംസാരിക്കാം. ഗുഡ് ഈവനിങ് ടു ഓൾ. ജേക്കബ് മാത്യു ഐക്കര, ബാക്കു അസർബൈജാനിൽ നിന്നാണ്. ഇവിടെ നല്ല തണുപ്പാണ്, അതുകൊണ്ട് സൗണ്ടൊക്കെ ഒരു ഇത്തിരി പോയിരിക്കുക. ഇന്നലെ തിരിച്ചു വന്നതേ ഉള്ളൂ ഇങ്ങോട്ട്. നമ്മുടെ ഇന്നത്തെ മെസ്സേജ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ അച്ഛനെ എനിക്ക് പ്രത്യേകമായി പരിചയമില്ലാത്തത് കൊണ്ട് ഞാൻ വേറെ 1-2 ഗ്രൂപ്പുകൾ ഈ അച്ഛൻ ആരാണ് എന്നറിയാനായിട്ട് ചോദിച്ചു. അപ്പം കീക്കൊഴൂരുള്ള ഒരാൾ പറഞ്ഞ് കീക്കൊഴൂർ എന്ന് പറയുന്നത് അച്ഛന്മാരുടെ ഒരു നഴ്സറി ആണെന്നും അവിടെ നിന്നുള്ള ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമ്മുടെ വെരി റവറൻ മാത്യു ജോൺ അച്ഛനെന്നും അറിയുവാനായി സാധിച്ചു. അത് അറിഞ്ഞതും അതിനോടൊപ്പം ഇന്ന് തന്ന മെസ്സേജും കൂടെ കൂട്ടി വായിക്കുമ്പോൾ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു മെസ്സേജാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് ഒരു കാര്യം മാത്രമേ ചോദിക്കാനുള്ളൂ. ഈ പുതുവർഷത്തിൽ പുതുപ്രതിജ്ഞ നമ്മുടെ പുതുതലമുറയ്ക്ക് അതെങ്ങനെ പ്രാവർത്തികമാക്കുവാനായിട്ട് ഇപ്പോഴത്തെ സിസ്റ്റത്തിനനുസരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ എവിടെയും പറയുന്ന ഒരു കാര്യമാണ്, യങ് ജനറേഷൻ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് യങ് ജനറേഷൻ പോകുന്നുണ്ടെങ്കിൽ കൂടിയും നമ്മുടെ സഭയായ മാർത്തോമ സഭ ആരൊക്കെ എവിടെയൊക്കെ പോയോ അവിടെ എല്ലാം പോയി പള്ളി പണിയാനായി ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും യുവാക്കളുടെ സാന്നിധ്യം നമ്മുടെ സഭയിൽ കുറഞ്ഞു വരുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിൽ കുറഞ്ഞു വരുന്നുവോ എന്നുള്ളത്, അതിന് എങ്ങനെ നമുക്ക് മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കും? അതോ ഈ വരുന്ന കാലഘട്ടത്തിൽ ദൈവിക പരിജ്ഞാനം ആവശ്യമില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. താങ്ക് യു. മാത്യുവിന് മറുപടി പറയാം. എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഈ നമ്മുടെ യങ്സ്റ്റേഴ്സ് ഒക്കെ ഇപ്പോൾ പലയിടങ്ങളിലൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നെങ്കിലും അവര് മിക്കയിടത്തും കൊച്ചു കൊച്ചു കൂട്ടായ്മ സമൂഹങ്ങൾ പള്ളി രൂപപ്പെടുത്തി ആരാധനയിൽ പങ്കുചേരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ ഇത് കുറയുന്നുവെങ്കിലും അവരെവിടെ പോയാലും ഇപ്പോൾ തന്നെ എനിക്കറിയാം, നമ്മുടെ കാനഡയിലെ 6 കോൺഗ്രിഗേഷൻ 50-60 വീടുകളായ എല്ലാം യങ്സ്റ്റേഴ്സാണ്, അവരുടെ കുഞ്ഞുങ്ങൾ. അവരൊക്കെ എത്ര സജീവമായിട്ടാണ് ഇതിനകത്ത് പങ്കുചേരുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറൊരു സ്ഥലത്ത് പോകുന്നുവെങ്കിലും അവര് ചെറിയ കൂട്ടങ്ങളായിട്ട് പലയിടത്തും കൂടി വരുന്നുണ്ട്. അത് വലിയൊരു ഒരു നമുക്ക് പ്രത്യാശിക്കാവുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോകുന്ന കുഞ്ഞുങ്ങളെയൊക്കെ അത്തരത്തിൽ അവിടെയുള്ള ഗ്രൂപ്പ് പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതാ എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ട് നമ്മളൊരിക്കലും നിരാശപ്പെടരുത്. നമ്മുടെ കുഞ്ഞുങ്ങളാരും വളരെ കുറച്ച് അവർ മാത്രമേ ഇതിൽ നിന്ന് പോകുന്നുള്ളൂ. പക്ഷെ നമ്മൾ അവർക്ക് ഒരു ഫെലോഷിപ്പ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. താങ്ക് യു. അടുത്തത് രാജുവച്ചിന് വല്ലതും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാമല്ലോ അതിനകത്ത് ചേർന്ന്. ഞാൻ ഇപ്പം കമന്റ് പറയുന്നില്ല, അച്ഛൻ പറഞ്ഞത് നല്ലൊരു ആൻസർ ആണ്. അപ്പം പിന്നെ അതിനോട് പിന്നെ ഒന്നും ചേർക്കേണ്ടതില്ല. ഓക്കെ. വിൽസൺ, അടുത്ത ആരെങ്കിലും ചോദ്യങ്ങളുണ്ടോ? യങ്സ്റ്റേഴ്സ് നമ്മുടെ രാജ്യത്തു നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് ഒരു സത്യം. നമ്മുടെ നാട്ടിൽ എന്നാലും യുവജനങ്ങൾ അഭിശേഷിക്കുന്നു. അവർ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടും പ്രോഗ്രാമിലുമൊക്കെ ഉൾക്കൊണ്ടുമാണ് ജീവിക്കുന്നത്. അവരതിന് മാറ്റം വരുത്തിയിട്ടില്ല. പള്ളി വിട്ടുപോയിട്ട് ഉള്ളൊരു തലമുറ ഇവിടെ നമ്മുടെ നാട്ടിൽ ഇല്ല. ഇപ്പോഴും പള്ളി യുവൻസഖ്യവും ക്രിസ്മസും ആഘോഷങ്ങളും എല്ലാം അവർ മുൻപന്തിയിൽ തന്നെ ഉണ്ട്. വിദേശത്തൊക്കെ പോയ രാജ്യങ്ങളിലെ അവർക്ക് കൂട്ടായ്മ കൊടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലൊക്കെ ആ കൂട്ടായ്മകളിൽ അവർ ബന്ധപ്പെടുന്നുണ്ട്.
എന്നാൽ ചില സ്ഥലങ്ങളിൽ ആ കൂട്ടായ്മകൾ കൊടുക്കാൻ കഴിയാത്ത ഇടങ്ങളും ഉണ്ടായിരിക്കാം. പിന്നെ പാശ്ചാത്യ സഭകളിലെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മളുടെ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത സഭകളിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള യൂത്ത്സ് നമ്മളുടെ ചർച്ചിൻ്റെ ഈ സെറ്റപ്പിനേക്കാളും ബെറ്റർ ലോക്കൽ ചർച്ചസ് ആണെന്ന് വിചാരിച്ചിട്ട് ലോക്കൽ ചർച്ചസിലെ മെമ്പർഷിപ്പ് എടുക്കുകയും അങ്ങനെ പോവുകയും ചെയ്യുന്ന അനവധി ആളുകളെ ഞാൻ ഈ അടുത്ത കാലങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് അവർ നഷ്ടപ്പെട്ടു പോയി എന്നതിനർത്ഥമില്ല. ലോക്കൽ ചർച്ചിൽ അവർ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നു എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് അവർ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കേണ്ട. അവരെ ഏതെങ്കിലും കൂട്ടായ്മകളിൽ നിലനിർത്താൻ വേണ്ടി നമുക്ക് ശ്രമിക്കണം. അതിന് നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യണം. അച്ഛാ, അടുത്തതായിട്ട് ഹാൻഡ് റൈസ് ചെയ്തിരിക്കുന്ന ഞാനാണ്. ഓക്കെ വിൽസൺ. ബഹുമാനപ്പെട്ട മാത്യു ജോൺ അച്ഛന്റെ പ്രഭാഷണം വളരെ സന്തോഷത്തോടുകൂടിയും വളരെ നല്ല രീതിയിലൊരു പ്രഭാഷണമാണ് കേട്ടത്. സന്തോഷത്തോടുകൂടി കേൾക്കുമായിരുന്നു. അച്ഛൻ ഒരു ബദൽ ചർച്ചിനെ പറ്റി ഇടയ്ക്ക് അച്ഛന്റെ സംസാരത്തിൽ വന്നായിരുന്നു. എന്റെ ഒരു വിശ്വാസം ഒരു കാലത്ത് മാർത്തോമാ സഭ ഒരു ബദൽ ചർച്ച് ആയിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് നവീകരണത്തിലൂടെ നമ്മൾ മുന്നേറിയ സമയത്ത് ഒരു ബദൽ ചർച്ചായിട്ട് നമ്മൾ മുന്നോട്ട് പോയ സഭ എന്തുകൊണ്ട് ഇപ്പോഴേ ആ ബദൽ ചർച്ചിന് പകരം ഒരു മറ്റുള്ളവരുടെ ഒപ്പത്തിലേക്ക് തിരികെ പോയ ഒരു ചർച്ചയായിട്ട് പലപ്പോഴും പല അനുഭവങ്ങളിലൂടെ തോന്നിപ്പോകുന്നുണ്ട്. അച്ഛൻ അതിനെപ്പറ്റി വല്ലതും ഒന്ന് പറയാൻ സാധിക്കുമോ? ഞാൻ ഈ ബദൽ എന്ന് പറയുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റി ഇതൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷെ നമ്മളത് ഇടയ്ക്ക് അതിനുള്ള ഒരു എംഫസിസ് ഇപ്പൊ കൊടുക്കുന്നില്ല. ഇപ്പൊ നമുക്ക് എല്ലാം നമ്മുടെ ഒരു സ്ട്രക്ചറൽ ഡെവലപ്മെന്റാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് വേണം, പ്രോജക്റ്റുകൾ വേണം. ചാരിറ്റിയാണ് നമ്മുടെ ഒരു വലിയ ദർശനം എന്ന് പറയുന്നത്. എന്നാൽ ആ ചാരിറ്റിക്ക് അപ്പുറത്ത് ഈ ആളുകളെ ചേർത്ത് നിർത്തുന്ന, ആളുകളോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വിശ്വാസ സമൂഹമായിട്ട് മാറണം. ചാരിറ്റി അതിൻ്റെ ഒരു ഭാഗമാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഒരു യേശുക്രിസ്തു വിഭാവന ചെയ്ത ആ ഒരു ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റി അത് നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ സഹായിക്കുന്നതാണ്. വിൽസൺ വല്ലതും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഇപ്പൊ ഇവിടെ നേരത്തെ ഒരു കുടിയേറ്റത്തെ പറ്റി ജേക്കബ് മാത്യു സാർ പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു ചെറിയ ചെറിയ കൂട്ടായ്മകൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ആയിട്ട് ചേർത്ത് ഒരു സഭയിലെ നല്ലൊരു ഭാഗം പ്രവാസ ജീവിതത്തിലേക്ക്, പഴയ ഗൾഫ് പ്രവാസ അല്ല, മറ്റൊരു രീതിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം, അതൊരു ഒരു യാഥാർത്ഥ്യമാണ്. എനിക്ക് തോന്നുന്നത് കുറെ കൂടെ അങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കുവാന്, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ പോയിട്ടുള്ള പലരും എനിക്ക് നേരിട്ട് അറിയാവുന്ന, എന്നോട് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു മാർത്തോമ കമ്മ്യൂണിറ്റി ഒന്നുമില്ല. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ കുഞ്ഞുങ്ങളൊക്കെ, അല്ലെങ്കിൽ പുതിയ ഈ ജോലി തേടി പോകുന്നവര് പഴയ കാലത്തെ ആൾക്കാരെ പോലെ ഒരു സഭ അല്ലെ ഇടവക രൂപീകരിക്കാനായിട്ട് അത്ര ശുഷ്കാന്തി ഒന്നും കാണിക്കത്തില്ല. പണ്ടൊക്കെ നമുക്കറിയാമല്ലോ കേരളത്തിന് പുറത്തുള്ള പള്ളികളൊക്കെ എങ്ങനെ ഉണ്ടായത്. അതാരും സഭാ നേതൃത്വം വന്ന പള്ളികളൊന്നും രൂപപ്പെടുത്തിയൊന്നുമല്ല, അൽമായരിൽ നിന്ന് പള്ളി രൂപപ്പെട്ടതാണ്. അപ്പൊ എന്നാല് ഇപ്പോഴ് പോകുന്ന ഈ കുഞ്ഞുങ്ങളിൽ നിന്ന് അത് പ്രതീക്ഷിക്കണ്ട. അവിടെ കുറച്ചുകൂടെ ക്രിയാത്മകമായിട്ട് സഭയ്ക്ക് ഇടപെടാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്, ആ നേരത്തെ പറഞ്ഞതിന്റെ ഒരു അച്ഛനൊരു അവസരം തന്നുകൊണ്ട് പറയാം. രണ്ടാമത്, നമ്മൾ ഇപ്പോഴ് ചെയ്യുന്നത് ഒരു വൽക്കരിക്കപ്പെട്ട മറ്റേ കേരളത്തിലെ ക്രൈസ്തവ സഭ എന്ത് ചെയ്യുന്നു, നമ്മളും ആ രീതിയിൽ പറ്റുമെങ്കിൽ അവരുടെ രീതിയിലേക്ക് ആരാധന രീതികൾ പോലും, ആചാര രീതികൾ പോലും അങ്ങോട്ട് പുറകോട്ട് കൊണ്ടുപോവുക. നമ്മളിങ്ങനെ ഒരു കൂട്ടത്തിൽ പോവുക. നമുക്കായിട്ടൊരു ബദൽ സംവിധാനങ്ങളൊന്നും നമ്മൾ കണ്ടുപിടിക്കുന്നില്ല. നമുക്ക് കുറച്ചുകൂടെ ആ ലെവലിലുള്ള ചിന്തകളും പഠനങ്ങളും ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമ്മുടെ പുതിയ തലമുറയെ രൂപാന്തരപ്പെടുത്തേണ്ട ഒരു കടമയോടെ ഇപ്പോഴത്തെ നേതൃത്വത്തിനുണ്ട് എന്നാണ് എനിക്ക് അതിനോട് ചേർത്ത് പറയാനുള്ളത്.
അച്ഛാ അലക്സാണ്ടർ തോമസ് സാറ് ഹാൻഡ് റൈസ് ഓക്കെ. ചെയ്തു. ആ യെസ്, അലക്സാണ്ടർ നമസ്കാരം. യെസ്, കേൾക്കാമല്ലേ? കേൾക്കാം. പിന്നെ പ്രിയപ്പെട്ട മാത്യു വി ജോൺ അച്ഛൻ എൻ്റെ പേരന്റ് ഇടവകയിലെ അംഗമാണ്. വളരെ സന്തോഷമുണ്ട് അച്ഛനെ ഈ വേദിയിൽ കൂടി നേരിട്ട് കാണുവാനും അച്ഛന്റെ സംസാരം കേൾക്കുവാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ എന്റെ ഒരു ചോദ്യം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ക്രിസ്ത്യൻ സഭകളിലെ ഏറ്റവും അധികം ജനാധിപത്യം നിലനിൽക്കുന്നത് മാർത്തോമാ സഭയിലാണ്. അപ്പൊ ഈ ജനാധിപത്യത്തിന്റെ അതിപ്രസരം താഴെ ഇടവക തൊട്ട് മുകളിൽ വരെ ഈ ജനാധിപത്യത്തിന്റെ അതിപ്രസരമുണ്ട്. അപ്പൊ അത് ഓരോ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമ്പോഴും ഓരോ നേതൃസ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുമ്പോഴും അതിൻ്റെതായിട്ടുള്ള തിരഞ്ഞെടുപ്പുകളും അത് തമ്മിലുള്ള കോലാഹലങ്ങളും ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി അച്ഛന്റെ അഭിപ്രായം എന്താണ്? നമ്മളെ ഈ ജനാധിപത്യം നമ്മളെ കൂടുതൽ നന്നാക്കുകയാണോ അതോ മോശമായിട്ടുള്ള രീതിയിലേക്ക് വരുന്നോ എന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പൊ അച്ഛന്റെ ഈ കാര്യത്തിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം അറിഞ്ഞാൽ താല്പര്യമുണ്ട്. എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് വെച്ചാൽ മാർത്തോമാ സഭയാണ് ഒരു ആത്മായ നേതൃത്വം നമ്മുടെ സഭയിലാണ് ഏറ്റവും കൂടുതൽ. തമ്പി സാറിന് അറിയാമല്ലോ, നമ്മുടെ കീഴ്ക്കൂടൂരൊക്കെ നമ്മളൊക്കെ ഈ നിലയിൽ എത്തിച്ചേർന്നത് നമുക്ക് ലഭിച്ച ഒരു ലേ ലീഡർഷിപ്പാണ്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റും. രണ്ട്, ജനാധിപത്യം അത് അതിൻ്റെ നമ്മുടെ സഭയുടെ ഒരു നന്മയാണത്. പക്ഷെ അതങ്ങ് ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് പ്രയാസമാകുന്നത്. ഇപ്പം സഭാ കൗൺസിലൊക്കെ കൂടുന്ന സമയത്ത് മെത്രാപ്പോലീത്ത വളരെ ശ്രദ്ധിക്കുന്ന ഒരു സംഗതിയാണ് പൊതു സമൂഹത്തിൻ്റെ അല്ലെ നമ്മുടെ പൊതുവായുള്ള ഒരു ഇൻട്രസ്റ്റ് പരിരക്ഷിക്കാൻ തിരുമേനി ശ്രമിക്കുന്നുണ്ട്. ചിലയിടത്തൊക്കെ നമുക്ക് ചില പാളിച്ചകൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ ജനാധിപത്യം ഏറ്റവും നല്ലതാണ്. പക്ഷെ ആ ജനാധിപത്യത്തെ ഇന്ന് പല ആളുകളും തമസ്കരിക്കുകയാണ്. അതിനെ അങ്ങ് വേറൊരു രീതിയിലേക്ക് കൊണ്ടുപോവാണ്. നമുക്കിപ്പോൾ അതിനെ വീണ്ടെടുക്കാൻ അതിൻ്റെ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കാൻ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. അത് കാത്തു സൂക്ഷിക്കണം. അടുത്തത് രാജു ഫിലിപ്പ് സാറ്. പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇത്തരം ഒരു വിഷയത്തെക്കുറിച്ച് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ഏറ്റവും ഉന്നതനായിട്ടുള്ള കാര്യചരണനെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ കേൾക്കാൻ സാധിച്ചതിൽ പ്രത്യേകമായിട്ട് ഞാൻ ഈ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെയും വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. ആധുനിക കാലഘട്ടത്തിൽ സഭ എങ്ങനെയായിരിക്കണം, റിലവൻ്റായിട്ട് നിൽക്കണമെങ്കിൽ സഭ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് നല്ല കാഴ്ചപ്പാടുകളാണ് സാധിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, എന്നെ കർത്താവെ എന്ന് വിളിക്കുന്നവർക്കല്ല, എൻ്റെ ഇഷ്ടം ചെയ്യുന്നവരെയാണ് എൻ്റെ സഹോദരന്മാരും അമ്മയും സഹോദരന്മാരും എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുക. കർത്താവിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. നമ്മുടെ കാഴ്ചപ്പാട് ഇപ്പം വളരെ ഉന്നതമായ ഒരു വിശാലമായ കാഴ്ചപ്പാടായിരിക്കണം. അതാണ് അച്ഛൻ പറഞ്ഞത്, ഓൾട്ടർനേറ്റ് ചർച്ച് ആയിട്ട് മാറും. അതായത് മർത്തമ്മക്കാർ മാത്രമല്ല സ്നേഹിക്കേണ്ടത്, മർത്തമ്മക്കാർ ആ ഇടവ ഉൾക്കൊള്ളുന്ന എല്ലാ ആളുകളെയും അവർ ചേർത്ത് നിർത്തുവാനും അവരോട് പ്രവൃത്തിയിൽ കൂടി അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ കൂടി സാക്ഷ്യം പറയാനും നമുക്ക് സാധിക്കണം. അതായത് ആരെങ്കിലും എന്നെ പിൻഗമിക്കാൻ ഇച്ഛിച്ചാൽ എൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരിക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനിയായിരിക്കുക എന്നുള്ളതിന് ഒരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾസ് എന്നുള്ള പുസ്തകം എഴുതിയായിട്ടുള്ള നമ്മുടെ ഡീട്രിച്ച് ബോൺഹോഫറിൻ്റെ കാര്യം ഞാൻ ഓർക്കുകയാണ്. നമ്മൾ ക്രിസ്ത്യാനിയായിരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു വില കൊടുക്കണം. പലപ്പോഴും നമ്മൾ നിസ്സാരമായ വിലയാണ് ക്രിസ്ത്യാനിറ്റിക്ക് കൊടുക്കാറുള്ളത്. അതായത് മറ്റുള്ളവരെ നമ്മളെപ്പോലെ നമ്മളെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എന്നെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, അല്ലെങ്കിൽ ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നുവെന്നും പറയുകയും ചെയ്യും, മറ്റുള്ളവരെ ദേഷിക്കുകയും ചെയ്യുന്നതെന്നും ഇന്ന് നമ്മുടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ. ഞാൻ കർത്താവിനെ സ്നേഹിക്കുകയെന്നും പറയും, മറ്റുള്ളവരെ ദേഷിക്കുകയും ചെയ്യും. എന്നാൽ അങ്ങനെയുള്ളവർ വെളിച്ചത്തിലല്ല നടക്കുന്നതെന്ന് പറയുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് പോലെ തന്നെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണമെന്നാണ് അച്ഛൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അതിന് ഓൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റി ആയിട്ട് ഒരു ഇടവകയായിട്ട് മാത്രമല്ല, ഇടവകയ്ക്കുള്ളിൽ
സഭയായിട്ട് ഈ കുടുംബത്തിൽ വലിയൊരു സമൂഹമായിട്ട് നമ്മൾ മാറണം. അങ്ങനെ അന്യോന്യം ഒത്തൊരുമയോടെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാൻ സാധിക്കണം. അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മൾ അവരെയും കൂടി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ള ചിന്തയാണ് എനിക്കിവിടെ ഇഷ്ടപ്പെട്ടത്. ഇനി ഞാൻ പ്രത്യേകമായിട്ട് അച്ഛനെ അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബാക്ക് ടു താങ്ക് യു. ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യത്തെ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അവസരം കിട്ടാൻ വേണ്ടി പെട്ടെന്ന് ചോദിച്ചതാണ്. അതിൻ്റെ ഒരു എലാബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് എൻ്റെ മകൻ ഇപ്പോൾ താമസിക്കുന്നത് ആഷ്വിൽ എന്ന സ്ഥലത്താണ്. ഇതിൻ്റെ അഡ്മിന്മാരിൽ ഒരാളായിട്ടുള്ള ബെന്നി സാർ താമസിക്കുന്നിടത്തു നിന്ന് 3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്താലേ പള്ളിയിലേക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയും അടുത്ത ഫെലോഷിപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് 26 ജൂലൈ തൊട്ട് പോകുന്നത് മാഡിസണിലേക്ക് പോകും. മാഡിസൺ നമ്മുടെ ഷിക്കാഗോ ചർച്ചിൻ്റെ കീഴിൽ വരുന്ന കോൺഗ്രിഗേഷനാണ്. അപ്പോൾ ആ സമയത്ത് അവിടെ ഏത് പള്ളിയുണ്ട് എന്ന് ഒന്ന് അന്വേഷിച്ചപ്പോൾ നമ്മുടെ ഷിക്കാഗോ പള്ളിയുടെ കീഴിലുള്ള ഒരു കോൺഗ്രിഗേഷൻ മാഡിസണിലുണ്ട്, വിസ്കോൺസിൽ. ഇത് അച്ഛൻ്റെ തന്നെ നാട്ടുകാരനും കൂടെയായ വെരി റെവറൻ ജോർജ് മാത്യു അച്ഛൻ പറഞ്ഞാണ്. ഞാനിത് പറയാൻ കാര്യം, ബാക്ക്ഗ്രൗണ്ട് പുതുതലമുറയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഉപദേശങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പള്ളിയുണ്ട്. അപ്പം മാഡിസണിലുള്ള ഒരു കോൺഗ്രിഗേഷനിൽ പോകാൻ പറ്റും. എന്നാൽ നമ്മുടെ സഭകളിൽ പോകാൻ പറ്റാത്തതായിട്ടുള്ള നിരവധി ആൾക്കാർ നമ്മുടെ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ളപ്പോൾ അവരെ കൂട്ടിയിണക്കിക്കൊണ്ട് നമുക്കൊരു ഓൺലൈൻ സിസ്റ്റം എന്തുകൊണ്ട് കൊണ്ടുവരാനായിട്ട് ഈ വർഷത്തിൽ നമ്മൾക്ക് ആലോചിച്ചു കൂടാ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചോദ്യത്തിൻ്റെ സാങ്കത്യം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് കാലത്ത് എൻ്റെ പാരീഷായ ചെങ്ങന്നൂർ തിട്ടുമേ പള്ളിയിൽ ഇങ്ങനെയൊരു സംഭവം ഞങ്ങൾ ആവിഷ്കരിക്കുകയുണ്ടായി. ഇത് നടപ്പിലാക്കുകയും ലോകത്തിന് വിവിധ ഭാഗങ്ങളിലുള്ള ചെങ്ങന്നൂർ തിട്ടമൽ ട്രിനിറ്റി പള്ളിയിലുള്ളവർ അതിൽ പങ്കെടുക്കുകയും ചെയ്തു. കോവിഡ് കഴിഞ്ഞപ്പോൾ ആ സാധനം നിർത്തി. കാരണം സംഭവം ഞാൻ അതിൻ്റെ ഒരു ഇനിഷ്യേറ്റർ ആയിരുന്നു. അതുകൊണ്ട് ഞാനത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്, നമ്മൾ ഇങ്ങനെ ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞാൽ പള്ളിയിലേക്ക് ആൾക്കാർ വരുന്നത് കുറയും, പള്ളിക്ക് കിട്ടേണ്ട വരുമാനം കുറയും. ഞാനിത് നേരിട്ട് പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നമ്മളുടെ ഒബ്ജക്റ്റീവ് വിഷൻ നമ്മൾ സുവിശേഷം ലോകത്തെത്തിക്കുക, പുതുതലമുറയിൽ എത്തിക്കുക എന്നതിന് മാറി അച്ഛൻ പറഞ്ഞതുപോലെ സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ്, വെർട്ടിക്കൽ ഹൈറ്റ്സിലേക്ക് പോകാനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊരു സംശയമുണ്ട്. അതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങളാണോ നടക്കുന്നത്? ഇന്ന് നമ്മൾ മാറ്റം വരുത്തണ്ടേ? അതിനുവേണ്ടിയുള്ളൊരു ആൾട്ടർനേറ്റീവ് കമ്മ്യൂണിറ്റി അല്ലേ നമുക്കുണ്ടാകേണ്ടത് എന്നുള്ളതും ചിന്തനീയമാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. രണ്ടാമത് പറയാനുള്ളത്, അച്ഛൻ പറഞ്ഞിരുന്നു ഇസ്രായേലിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. കിബൂട്ട്സിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ നമുക്കൊന്നിച്ച് ജോലി ചെയ്ത് നമുക്കുള്ളതെല്ലാം ഒരു ഭണ്ഡാരത്തിലിട്ടിട്ട് നമുക്ക് വേണ്ടുന്നത് എടുക്കുക, നമുക്ക് സ്വന്തമായി സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളത് എടുക്കുകയും ചെയ്യാം. എന്നാൽ സൊസൈറ്റി എന്ന രീതിയിൽ ഒന്നിച്ച് ചെയ്യുക, ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, സെപ്പറേറ്റ് ആയിട്ട് ഒരു കോമ്പൗണ്ടിൽ താമസിക്കുക. ആ ഒരു സിസ്റ്റത്തിലേക്കാണോ നമ്മുടെ സഭ നമ്മളെ നയിക്കുന്നത്? അതായത് എല്ലാവരെയും തുല്യരായിട്ട് കണ്ടിട്ടാണോ? അതോ അച്ഛൻ അവസാനം പറഞ്ഞു വെച്ചതുപോലെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ജയിക്കുവാൻ വേണ്ടി എന്ത് കുതന്ത്രവും കാണിക്കാൻ, അല്ലെങ്കിൽ എന്തിനു വേണ്ടി പോകുമ്പോൾ വൈരാഗ്യത്തിൻ്റെ പാതയിലേക്കാണ് പോകുന്നത്? അത് മാറ്റിയില്ലെങ്കിൽ നമ്മളുടെ സഭ രക്ഷപ്പെടുമോ എന്നുള്ളതാണ് സത്യത്തിൽ എനിക്ക് വരുന്ന ഒരു കാതലായ വിഷയം. ഈ സാറ് പറഞ്ഞതുപോലെ ഈ പഴയ ഈ കോവിഡ് സമയത്തൊക്കെ ഈ ഓൺലൈനിലെ നമ്മുടെ പള്ളികളിൽ നടന്ന പ്രെയർ ഗ്രൂപ്പിൽ പോലും വിദേശത്തു നിന്നൊക്കെയുള്ള യൂത്ത്സ് ഒക്കെ പങ്കുചേരുമായിരുന്നു. ഇപ്പം അതൊക്കെ മാറി വേറൊരു സംഗതി. ഈ വരുമാനത്തെക്കാളൊക്കെ അപ്പുറത്ത് ഇങ്ങനെയൊക്കെ കൂടുന്ന സമയത്ത് അവരെ ഒന്ന് കാണാനും അവരുടെ ഒന്ന് ഷെയർ ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ളൊരു സന്ദർഭമാണ്. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഈ ഷിക്കാഗോയിലാണേലും ഇപ്പോൾ ജോൺസൺ മറീസ് അച്ഛൻ്റെ ഇതിൽ ഒരു കോൺഗ്രിഗേഷൻ തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തും സക്കറിയാസിന് വേണ്ടി എനിക്കതായിട്ട് ഞങ്ങൾ 93-97 ഞാൻ ന്യൂജേഴ്സിയിലുണ്ടായിരുന്നു. അന്ന് സക്കറിയ തിരുമേനി 4 പേരുണ്ടെങ്കിലും 4 ഫാമിലി ഉണ്ടെങ്കിലും തിരുമേനി അവിടെ പോയി അവരുടെ കൂടെ താമസിച്ചിട്ട് അവർക്കൊരു ഫെലോഷിപ്പ് കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഈ നോർത്തിലെ ഫീനിക്സ് ഇങ്ങനെയൊക്കെയുള്ള പലയിടത്തും പള്ളികളുണ്ടായത്. ഈ നമ്മുടെ
അറ്റ്ലാന്റയിലൊക്കെ അന്ന് 2-3 ഫാമിലി ഉള്ളൂ. പക്ഷെ തിരുമേനി അവിടെ പോയി ഇവരെയൊക്കെ സംഘടിപ്പിച്ച് അതുകൊണ്ട് എന്നു ചോദിച്ചാൽ ഒരു നല്ല കമ്മ്യൂണിറ്റി അവിടെയായി. അപ്പൊ അതിപ്പം നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പൊ നമ്മളെല്ലാം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ചർച്ചിന്റെ ഭാഗമായതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ ഒറ്റപ്പെട്ട ആളുകളെ ഒന്നും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അത് സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്ന പാരിഷ് അച്ഛന്മാരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തൊക്കെ ചെയ്താൽ നല്ലതാണ്. അത് നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്. ഞാൻ ആശിഷ് മാത്യു അച്ഛനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, ഷിക്കാഗോയിലുള്ള ഇപ്പോഴത്തെ വികാരി. അപ്പോൾ അച്ഛനെ ഞാൻ എൻ്റെ മകൻ്റെ കോൺടാക്ട്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരാളിനെ അങ്ങനെ നമ്മളുടെ ഈ ദൗത്യം മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതിന് ഇടയാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയും ചെയ്യുന്നു. രാജു അച്ഛൻ ഇനി ഇപ്പോൾ ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല കേട്ടോ. അച്ഛൻ ക്ലോസ് ചെയ്യാമെങ്കിൽ. ക്ലോസ് ചെയ്യാം. നമ്മുടെ ഈ വെബിനാറിൽ ആഴമായ ചിന്തയിലേക്ക് നമ്മെ നയിച്ച ബഹുമാന്യനായ മാത്യു ജോണച്ചനോടുള്ള ലൈറ്റ് ടു ലൈറ്റ് ഗ്രൂപ്പിൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇതിലെ ചോദ്യങ്ങൾ ചോദിച്ചും പാട്ടുപാടിയും പ്രാർത്ഥിച്ചും ഒക്കെ നമ്മെ അനുഗ്രഹിച്ച നിരവധി ആളുകളുണ്ടല്ലോ. ഔദ്യോഗികമായിട്ട് നന്ദി രേഖപ്പെടുത്താൻ റോയ് ഫിലിപ്പ് സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ്. ഏറ്റവും ബഹുമാനായ മോഡറേറ്റർ രാജവഞ്ചേരി അച്ഛൻ, ഇന്ന് നമുക്ക് മെയിൻ ടോക്കിന് നേതൃത്വം നൽകിയ റവറൻ മാത്യു ജോണച്ചൻ, ഇന്ന് ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പുതിയ വർഷത്തിൽ സഭ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുവാനും അതിനനുസരിച്ചുള്ള ഒരു നിലപാടുകൾ എപ്രകാരമായിരിക്കണം എന്നതിനെക്കുറിച്ചും നമുക്ക് ചിന്തിക്കുവാൻ ഈ സെമിനാറിലൂടെ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് പങ്കെടുത്ത ഏവരോടും നന്ദി അറിയിക്കുക എന്നുള്ളതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ഇന്നത്തെ സെമിനാർ വളരെ മനോഹരമായി മോഡറേറ്റ് ചെയ്ത് നമ്മെ സഹായിച്ച ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനോട് ലൈറ്റ് ടു ലൈറ്റ് സ്റ്റഡി ഫോറത്തിനുള്ളതായ ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് എത്തി നമുക്ക് പുതിയ സന്ദേശങ്ങൾ നമ്മെ ഒരു പുതിയ ചിന്താ പദ്ധതിയിലേക്ക് നയിച്ചതായ റവറൻ മാത്യു ജോൺ അച്ഛനോടുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കും പാട്ടിനും നേതൃത്വം നൽകിയ രാജൻ മാത്യു സാറിനോട് ഉള്ളതായ നന്ദി അറിയിക്കുന്നു. ഇന്ന് ഈ സെമിനാറിനെല്ലാം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതായ ഈ ഫോറത്തിന്റെ അഡ്മിൻ വിൽസൺ സാറിനോടുള്ളതായ നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്ന് അനൗൺസ്മെന്റ് നടത്തിയതായ VI ജേക്കബ് സാറിനോടുള്ളതായ നന്ദി അറിയിക്കുന്നു. ഈ ഫോറം നമുക്ക് ഒരുക്കി തന്ന ജോസ് മാത്യു നേരൂൾ അവരോടുള്ളതായ നന്ദി അറിയിക്കുന്നു. ഇനിയും പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ വ്യക്തികളോടുമുള്ള നന്ദി അഡ്വാൻസ് ആയിട്ട് അറിയിക്കുന്നു. ഏവർക്കും ഒരു പുതുവത്സരവും നന്മയും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജോർജ് യോഹനാൻ സാറ് പ്രാർത്ഥിക്കും. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ഞങ്ങളുടെ കർത്താവേ, ഓരോ വർഷങ്ങൾ വരുന്നു പോകുന്നു. പുതിയ വർഷത്തിൽ പുതിയ പ്രതിജ്ഞയോടുകൂടെ കർത്താവിനെ പിന്തുടരുവാൻ, കർത്താവ് കാണിക്കുന്ന പാതയിൽ കൂടെ യാത്ര ചെയ്യുവാൻ, മറ്റുള്ളവർക്ക് ഞങ്ങളുടെ ജീവിതം മൂലം എന്തെങ്കിലും സഹായം ലഭിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ എപ്പോഴും അന്വേഷിപ്പാൻ, അങ്ങനെയുള്ളവരെ കർത്താവെ നിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുവാൻ ഒക്കെ ഞങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള അവസരങ്ങളൊക്കെ തക്കത്തിൽ ഉപയോഗിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ വിനീതമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാത്യു ജോൺ അച്ഛനിൽ കൂടി നല്ല ദൂത ഞങ്ങൾക്ക് തന്നതുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഞങ്ങൾ പൂർണ്ണ ബോധ്യവാന്മാരായി കർത്താവിന് വേണ്ടി ജീവിപ്പാൻ, കർത്താവിന് ഇഷ്ടമുള്ള സൗരഭ്യവാസനയുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ എല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വെബിനാറിൽ സംബന്ധിച്ച എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. യേശു കർത്താവിൻ്റെ പൊന്നുനാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സമ്പർക്കവും സഹവാസവും നമ്മെല്ലാവരുടെ കൂടെയും നാം കേട്ട ചിന്തകളോടുകൂടിയും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. ആമീൻ.